പ്രിയമുള്ളവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഈ മഹനീയമാകുന്ന പാലക്കാട് ജില്ലയിൽ പൊമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്ന നിങ്ങളോട് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. അർഹമുർ റഹീമായ നീതിമാനായ രാജാതിരാജനായ അല്ലാഹ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, കേരളക്കര മുഴുവനും അതാ മഴ കൊണ്ട് നിറഞ്ഞുമ്പോ പടച്ചവനെ വഅലിന്റെ മജ്ലിസിൽ പ്രിയപ്പെട്ടവരെ ബുക്ക് ചെയ്തവര് പോലും ക്യാൻസൽ ചെയ്യുമ്പോ അൽഹംദുലില്ലാഹ് SKSSFന്റെ പ്രിയപ്പെട്ട പൊമ്പ്രയിലെ ചുണക്കുട്ടന്മാരുണ്ടല്ലോ, ഈ മഹനീയമാകുന്ന സദസ്സ് നടത്തുമ്പോ ഈ മഹനീയമാകുന്ന സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ ഇസ്ലാമിന്റെ ധീര പോരാളിയെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാൻ പോവുകയാണ്. കോരിത്തരിക്കണം പെങ്ങളെ, കോരിത്തരിക്കണം ചെറുപ്പക്കാരാ, ഇസ്ലാമിന്റെ ആദർശമുള്ള ചെറുപ്പക്കാരാ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പേര് പറയുമ്പോ ആർജവത്തോടു കൂടി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊള്ളുക. അല്ലാഹുവേ, ആരാണ് ഹംസ എന്നറിയോ? ആരാണ് ഹംസ എന്നറിയോ? ഈ മഹനീയമാകുന്ന സദസ്സിലേക്ക്, സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്ന SKSSFന്റെ പ്രവർത്തകർ നടത്തുന്ന ഈ മഹനീയമാകുന്ന സദസ്സിലേക്ക് കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഹംസ ആരെന്നറിയോ? ഹംസ ആരെന്നറിയോ? ഈ ലോകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ പല ആളുകളും ഇസ്ലാമിനെതിരെ പല കുറ്റങ്ങൾ കൊണ്ടുവരുമ്പോ, പല പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോ, പർദ്ദ ധരിക്കരുതെന്ന് പറയുമ്പോ, ഹിജാബ് ധരിക്കരുതെന്ന് പറയുമ്പോ പേടിക്കല്ല പെങ്ങളെ, പേടിക്കല്ല ചെറുപ്പക്കാരാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. അർഹമുർ റഹീമായ നീതിമാനായ രാജാതിരാജനായ അല്ലാഹ്, ഈ മഹനീയമാകുന്ന സദസ്സിൽ കടന്നു വന്നവർക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു, ഹിജാബ് ധരിക്കാൻ പാടില്ല നിങ്ങൾ, അല്ലേ? നിങ്ങൾ ബീഫ് കരിക്കരുത് കേട്ടോ. അങ്ങനെ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിം എങ്ങനെ മുമ്പോട്ട് പോകണം, ഒരു മുസ്ലിം പതറാതെ തളരാതെ അൽഹംദുലില്ലാ എങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് പഠിക്കാൻ പോവുകയാ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൂടെ. അതാ പറഞ്ഞത്, ഇടക്കുന്ന് കട്ട് ചെയ്ത് കേൾക്കരുത്, അല്ലേ? ഇടക്കുന്ന് കട്ട് ചെയ്ത് കേൾക്കാൻ പാടില്ല. കേൾക്കുമെങ്കിൽ 1 മുതൽ അവസാനം വരെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കെ, ഉസ്താദെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുഴുവൻ ഞാൻ കേൾക്കും ഉസ്താദെ എന്ന് പറയുന്നവരാരാ? ഒന്ന് കൈപൊക്കി ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ കൈപൊക്കിയവർക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ, ഒരു മഹദി, വലിയൊരു മഹദിയാണ്. ഒരു മഹദി എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഖബർസ്ഥാനിൽ ചെന്നിട്ട് ഒരു മക്ബറയുടെ ചാര ചെന്നിട്ട് അവിടെ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലാം പറയുകയാണ്. അവിടെ ചെന്നുകൊണ്ട് സലാം പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് വേവലാതി പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന മഹാനവറുകളുടെ നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എന്റെ പ്രയാസങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ നൊമ്പരങ്ങളും എന്റെ വേദനകളും എന്റെ വേവലാതികളും നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എനിക്കൊന്ന് മാറ്റി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരു ഉമ്മ എന്ത് ചെയ്തു? ഒരു ഖബർസ്ഥാനിൽ വെച്ച് ദുആ ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മയതാ തിരിച്ചു വീട്ടിലേക്ക് നടക്കാൻ പോകുമ്പോ ആ ഖബറിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു അട്ടഹാസം കടന്നു വന്നിട്ട് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം, നിങ്ങളുടെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നടക്കുമെന്ന് ആ ഖബർസ്ഥാനിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് കടന്നു വന്നത്? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വരികയാണ്. പടച്ചവനെ, ഹംസ റളിയല്ലാഹു അൻഹു കൂട്ടാളികളുണ്ടല്ലോ, അന്ന് ഇസ്ലാമായിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ
ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിന്റെ ആദർശവുമായി കടന്നു വരികയാണ്. പടച്ചവനെ, ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകൻ കൊണ്ടുവരുമ്പോ ഒരുപാട് ആളുകളുണ്ടല്ലോ പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇത് കാണുമ്പോ സുബ്ഹാനല്ലാഹ് എല്ലാവരും അതാ പൊട്ടിക്കരയുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? മുഹമ്മദ് എന്ന് പറയുന്ന കള്ളപ്രവാചകനുണ്ടല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന കള്ളപ്രവാചകനുണ്ടല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ പറ്റി പ്രബോധനം നടത്തുമ്പോ നമ്മളിൽ നിന്ന് ആളുകൾ കുറയുകയാണല്ലോ. പടച്ചവനെ, എല്ലാവരും അതാ വേവലാതിപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും മുഹമ്മദിനെ കൊല്ലണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി അതാ തയ്യാറെടുക്കുകയാണ്. ലോകത്തിന്റെ ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണ്ടല്ലോ കൊല്ലാനായിട്ട് ഉറപ്പേ. പടച്ചവനെ, ശത്രുക്കളതാ ഉടങ്ങുകയാണ്. പടച്ചവനെ, എല്ലാവരും അതാ മുത്തുനബിയെ കൊല്ലാനതാ ഒരുങ്ങുകയാണ്. ഇത് കാണുമ്പോ അന്ന് ഹംസ എന്നെ പ്രിയപ്പെട്ടവരെ മുസ്ലിമായിട്ടില്ല. അന്ന് ഹംസ എന്നെ പ്രിയപ്പെട്ടവരെ മുസ്ലിമായിട്ടില്ല. ഹംസ അതാ പറയുകയോ, നിങ്ങൾ ആരുമുണ്ടല്ലോ ഒന്നും ചെയ്യണ്ടോ, നിങ്ങൾ ആരുമുണ്ടല്ലോ ഒന്നും ചെയ്യണ്ട. ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ എന്തൊക്കെ ഇസ്ലാമിനെ പറ്റി പ്രബോധനം നടത്തി കൊണ്ടുവന്നാൽ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നാൽ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശത്തെ പറ്റി പറഞ്ഞു തന്നാൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ പറ്റി പറഞ്ഞു തന്നാൽ, സുബ്ഹാനല്ലാഹ്, ആരൊക്കെ റബ്ബേ, ആരൊക്കെ റബ്ബേ. ഹംസ പറയുകയാണ്, ആരൊക്കെ മുസ്ലിമായാലും ഉണ്ടല്ലോ ഈ ഹംസയുണ്ടല്ലോ മുസ്ലിമാകൂല, മുസ്ലിമാകൂല. അവിടെ നിന്ന് ശത്രുക്കൾ പറയുന്നു, ഹംസ എല്ലാവരും മുസ്ലിമിലേക്ക് കടന്നു വരികയാണ്, എല്ലാവരും കടന്നു വരികയാണ്. നമുക്ക് നഷ്ടങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയാണ്. പടച്ചവനെ, ഹംസയതോ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇല്ല മോനെ, ആര് പോയാലും ഉണ്ടല്ലോ ഈ ഹംസയുണ്ടല്ലോ നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഹംസയതാ ഉറപ്പിച്ചു പറയുകയാണ്. അവസാനം സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ധീര പോരാളിയാണ്. എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ്, മുശ്രിക്കീങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ശത്രുക്കൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എത്രത്തോളം ശത്രുപക്ഷത്ത് ഹംസ റളിയല്ലാഹു അൻഹു നിന്നാലും ഹംസയുടെ കരളിന്റെ കഷണമാരാ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹേയ്, ആരൊക്കെ മുസ്ലിമായാലും ഈ ഹംസ മുസ്ലിമാകൂല, ആരൊക്കെ മുസ്ലിമായാലും ഈ ഹംസ മുസ്ലിമാകൂല. ഒക്കെ വെച്ച വെള്ളം കയ്യിൽ വെച്ചോ, നമ്മളാകൂല, ഞാനാകൂല, നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ, പക്ഷെ മുഹമ്മദിന്റെ വലയിൽ ഞാൻ വീഴില്ല. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളിൽ മുഹമ്മദ് നബിയോട് വല്ലാത്ത സ്നേഹമാണ്. കാരണം മുത്തുനബിയും ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് 2 വയസ്സിന് വ്യത്യാസമുള്ളൂ. അവര് ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരാണ്, കുടുംബക്കാരാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബിയെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാതെ കൊണ്ടു നടന്നിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ആര് മുസ്ലിമായാലും ഞാൻ മുസ്ലിമാകൂല. അങ്ങനെയൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കഴിവായിരുന്നു വേട്ടയാടാൻ കഴിയുമെന്ന് പറയുന്നത്. വേട്ടയാടാൻ കഴിയുക എന്ന് പറയുന്നത് ഹംസ റളിയല്ലാഹു അൻഹു കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഗർജിക്കുന്ന സിംഹത്തിന്റെ മുമ്പിലേക്ക് അമ്പും വില്ലും എന്റെ പ്രിയപ്പെട്ടവരെ വലിച്ചു വിട്ടിട്ട് പടച്ചവനെ സിംഹത്തെ കൊന്നുകൊണ്ട് പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രം ഹംസ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഇങ്ങനെ കാട്ടിലേക്ക് സുബ്ഹാനല്ലാഹ് വേട്ടയാടാൻ പോയി. ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ വേട്ടയാടാ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹു അതാ അമ്പും വില്ലുമായി പോവുകയാണ്. ഗർജിക്കുന്ന സിംഹത്തെ അതാ വേട്ടയാടാൻ പോവുകയാണ്. ഹംസ അതാ കാട്ടിലേക്ക് കടന്നു പോകുമ്പോ ഒരു ഉമ്മയതാ കടന്നു വന്നു കണ്ട് പറയുന്നു, ഹംസ, അറിഞ്ഞില്ലേ ഹംസ, അറിഞ്ഞില്ലേ ഹംസ, നിന്നെ ബന്ധുവാകുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് ഉണ്ടല്ലോ കുറച്ചു നേരത്തെ
ഹംസയുണ്ടല്ലോ ഈ കാട്ടിൽ നിന്ന് കരഞ്ഞു പോകുന്നത് കണ്ടു ഹംസ, വല്ലാതെ കരയുന്നത് കണ്ടു ഹംസ. ഹംസ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുകയാണ്. പടച്ചവനെ, മുഹമ്മദിന് എന്താണ് പറ്റിയത്? മുഹമ്മദിന് എന്താണ് പറ്റിയത്? മുഹമ്മദിന് എന്താണ് പറ്റിയത്? എന്റെ കുടുംബക്കാരനാണല്ലോ, എന്റെ കളിക്കൂട്ടുകാരനാണല്ലോ, മുഹമ്മദിന് എന്താണ് പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുന്നു. അല്ലോ, ആ പെങ്ങളെന്റെ പ്രിയപ്പെട്ടവരെ ഹംസയോട് പറയുകയാണ്, ഹംസ, അബൂജഹലുണ്ടല്ലോ, മുഹമ്മദിനെ ഉണ്ടല്ലോ അടിച്ചു ഹംസ, അടിച്ചു ഹംസ, അടിച്ചു ഹംസ. പടച്ചവനെ, ഇതങ്ങ് കേൾക്കുമ്പോ ഹംസയുടെ മുഖം എന്റെ പ്രിയപ്പെട്ടവരെ ചുമക്കുകയാണ്. മുഹമ്മദിനെ അടിച്ചോ, അബൂജഹലിനെ അടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുകയാണ്. പടച്ചവനെ, സുബ്ഹാനല്ലാഹ്, ഹംസയതാ പുറപ്പെടുകയോ, വഖമാല റഅസിഹി. ഹംസ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മും വില്ലുമായിട്ടുണ്ടല്ലോ ദേശത്തോടു കൂടി മക്കത്തേക്ക് കടന്നു ചെല്ലുകയാണ്. വഖമാല റഅസിഹി. ഇതുവരെ ആരുമുണ്ടല്ലോ ഹംസയെ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും പേടിച്ച് വിറങ്ങലിക്കുകയാണ്, എല്ലാവരും ഭയപ്പെടുകയാണ്. പടച്ചവനെ, ഹംസ ദേഷ്യത്തിലാണല്ലോ, സങ്കടത്തിലാണല്ലോ, പ്രയാസത്തിലാണല്ലോ. ഹംസ എന്ത് കണ്ടാണ് റബ്ബേ ഇങ്ങനെ വരുന്നതെന്ന് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ നോക്കി നിൽക്കുകയാണ്. വറഫഅൽ ഖൗസ, അമ്പും വില്ലും ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. വദറബഹു ബിഹാ. അബൂജഹലിന്റെ തലക്കേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ ഹംസയതാ അടിക്കുകയാണ്. അല്ലാഹുവേ, ശത്രുക്കൾ എന്നെ പ്രിയപ്പെട്ടവരെ നെട്ടിത്തെരിക്കുകയാണ്. അല്ലോ, എന്താണ് സംഭവിക്കുന്നത് മോനെ? ഇതുവരെ ആരുമുണ്ടല്ലോ അബൂജഹലിനെ അടിച്ചിട്ടില്ല. ഹംസയതാ അമ്പും വില്ലും ഊരിയെടുക്കുകയാണ്. പടച്ചവനെ, അബൂജഹലിന്റെ തലക്കേക്ക് അടിക്കുകയാണ്. അബൂജഹലതാ കരയുകയാണ്. അടിക്കല്ലേ ഹംസോ, അടിക്കല്ലേ ഹംസോ, വേദനിക്കുന്നു ഹംസോ. മുശ്രിക്കീങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പേടിച്ച് വിറങ്ങലിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ആരെങ്കിലും ഒരാൾ പിടിച്ചു മാറ്റിയാൽ അവനെ ഹംസ തീർക്കുമല്ലോ, അവനെ ഹംസ തീർക്കുമല്ലോ. ഹംസ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച ആ ഒരു അമ്പും വില്ലുമായിട്ട് കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബൂജഹലിന്റെ തലക്കേക്ക് അടിച്ചു. എല്ലാരും ഇങ്ങനെ നോക്കി നിന്നു, അനങ്ങിയില്ല. അബൂജഹലിനെ അടിച്ചിട്ടൊന്ന് പിടിച്ചു മാറ്റാൻ പോലും അവിടുത്തെ ആളുകൾ നിന്നില്ല. കാരണം എന്തേ? പിടിച്ചു മാറ്റാൻ ചെന്നാല് ഹംസ അന്ന് റളിയല്ലാഹു അൻഹു അല്ല, അതാ റളിയല്ലാഹു അൻഹു പറയട്ടെ. ഹംസ എന്ത് ചെയ്യുന്നില്ല? ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വ്യക്തി അന്ന് ഇസ്ലാം ആയിട്ടില്ല. ഹംസ എന്ന് പറയുന്ന ഒരു ക്രൂരനായ വ്യക്തിയും കൂടിയാണ്. ഹംസ എന്ത് ചെയ്യും? തടയാൻ വരുന്നവൻ എന്ത് ചെയ്യും? വെട്ടിമാറ്റിയിടും. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അബൂജഹലിന്റെ തലക്കേക്ക് അടിച്ചു. അങ്ങനെ ആളുകൾ ഇങ്ങനെ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് പിടിച്ചു മാറ്റാൻ വന്നപ്പോ അബൂജഹൽ പറഞ്ഞു, ആരും പിടിക്കല്ലേ, ആരും പിടിക്കല്ലേ, ആരും പിടിക്കാൻ പാടില്ല. അബൂജഹൽ എന്ത് ചെയ്തു? അവിടെ ഒരു ട്രിക്ക് പ്രയോഗിച്ചു. കാരണം എന്തേ? ഹംസ ഇവിടെ നിന്ന് പോകാൻ പാടില്ല, ഹംസ മുസ്ലിമിൽ നിന്ന് മുസ്ലിം ആകാൻ പാടില്ല. ഹംസ എങ്ങാനും മുസ്ലിമായാൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആര് കരുതി? അബൂജഹൽ കരുതി. അബൂജഹൽ പറഞ്ഞു, ശത്രുക്കളോട് പറഞ്ഞു, അബൂജഹലിന്റെ കൂട്ടാളികളോട് പറഞ്ഞു, ഹംസ അടിക്കട്ടെ, ഹംസ അടിക്കട്ടെ. കാരണം എന്തേ? ഹംസയുടെ ബന്ധു, ഹംസയുടെ കുടുംബക്കാരനെ ഞാൻ തല്ലി, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ ഞാൻ തല്ലി. അതുകൊണ്ട് ആ മുഹമ്മദ് കരഞ്ഞു. അതിന്റെ കാരണം കൊണ്ടാണ് ഹംസ എന്നെ അടിക്കണതെന്ന് ആര് പറഞ്ഞു? അബൂജഹല് ശത്രുക്കളോട്, അബൂജഹലിന്റെ കൂട്ടാളികളോട് പറഞ്ഞു കൊടുത്തു. അല്ലേ? ഇതെന്ന് പറയുന്നത് അബൂജഹലിന്റെ ഒരു ട്രിക്കാണ്. ശൈത്താൻ അല്ലേ? ഞാൻ പറയണത് ഒരു ഹിക്മത്താണ്. കാരണം അബൂജഹലുമായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ഉടക്കുണ്ടായപ്പോ ആ സമയത്ത് അബൂജഹലെങ്ങാനും ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു തിരിച്ചക്രമിച്ചെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? ഒറ്റടിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരും. അത് വരാൻ പാടില്ല. ഹംസ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഹംസ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹംസ എന്ന് പറയുന്ന ധീര പോരാളി ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ഒരു പോരാളി നഷ്ടപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഇതെല്ലാം കേട്ടു നിന്നിട്ട്, യാ മുഹമ്മദ്, മുഹമ്മദ് ഇങ്ങ് ബാ, മുഹമ്മദ് ഇങ്ങ് ബാ, മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. തോളത്ത് കൈയിടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹംസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് വഅന്നല്ലദീ യഖൂലു ഹഖ്ഖുൻ ഫവല്ലാഹ് ഫംനഊനി ഇൻ കുൻതും സാദിഖീൻ. പടച്ചവനെ ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഈ മുഹമ്മദ് ഉണ്ടല്ലോ, ഈ മുഹമ്മദ് പറയുന്നതുണ്ടല്ലോ സത്യമാണ്, നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന വചനമുണ്ടല്ലോ അത് സത്യമാണ്. ഇസ്ലാമിനെ പറ്റി പ്രബോധനം നടത്തിയല്ലോ അത് സത്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ അബൂ ജഹൽ തകർന്നു. എന്താണ് ഹംസ പറയണത്? ഹംസയ്ക്ക് എന്താ പറ്റിയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശത്രുക്കളും മുശ്രിക്കീങ്ങളും ഒക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ പേടിച്ച് വിറക്കാൻ തുടങ്ങി. ഹംസ ഞങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണോ? ഹംസ റളിയല്ലാഹു അൻഹു ധീരതയോടുകൂടി മുഹമ്മദ് നബിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഏയ് മുഹമ്മദ് നബിയെ, നിങ്ങൾ പറയുന്നത് സത്യമാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഹംസ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. ഹംസ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു സങ്കടം, ഹംസ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പേടി. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ? ഞാനൊരു ആവേശത്തിൽ എന്ത് ചെയ്തതാ പറഞ്ഞതാ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇത്രയും നാള് ഞാൻ തലകുനിച്ചിരുന്ന ബിംബങ്ങൾ, ആ ബിംബങ്ങൾ എന്നെ പ്രാകുമോ? എനിക്ക് പൊരുത്തക്കേട് കിട്ടുമോ എന്നുള്ള പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. കിടക്കാൻ പറ്റുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലതാ കിടക്കുകയാണ്. രാത്രി അതാ കിടന്നിട്ടുറപ്പേ ഉറക്കം വരുന്നില്ല. പടച്ചവനെ, എല്ലാവരുടെയും ജീവിതത്തിൽ അതാ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ശൈത്താനുണ്ടല്ലോ. ഹംസയുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഹംസയുടെ ജീവിതത്തിലേക്കുണ്ടല്ലോ ശൈത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഹംസ അന്ത സയ്യിദു ഖുറൈശ്, നീ ഖുറൈശികളുടെ നേതാവല്ലേ, നീ മുസ്ലിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നിനക്ക് നഷ്ടപ്പെടുമല്ലോ. നീ കള്ളപ്രവാചകനാകുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദിന്റെ കൂടെ നീ അതാ പോവുകയാണോ എന്നെന്റെ പ്രിയമുള്ളവരെ ഹംസയോട് ശൈത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ചാടി എണ്ണീക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹംസ അതാ കഅബയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് കൈകൾ ഉയർത്തുകയാണ്. ആരോടാണ് ദുആ ചെയ്യുന്നതെന്നറിയില്ല, ഏത് ദൈവത്തോടാണ് ദുആ ചെയ്യുന്നതെന്നറിയില്ല. ഹംസ അതാ രണ്ട് കൈയും എന്റെ പ്രിയപ്പെട്ടവരെ ഉയർത്തുകയാണ്. ഫീ ഖൽബിഹിൽ ഈമാൻ. ഹംസ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കൈയുമുണ്ടല്ലോ ഉയർത്തുന്നുറപ്പേ. അല്ലാഹുവേ, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ പറയുന്നത് സത്യമാണെങ്കിൽ എന്നെ അതിലേക്ക് അടുപ്പിക്കണേ. മുഹമ്മദ് പറയുന്നത് തെറ്റാണെങ്കിൽ അതിൽ നിന്ന് എന്നെ മാറ്റണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഹംസയതാ പറയുകയാണ്. അങ്ങനെ ദുആ ചെയ്തിട്ട് ഹംസയതാ തിരിച്ചു വരുമ്പോ ഫഅൽഖല്ലാഹു ഫീ ഖൽബിഹിൽ ഈമാൻ. ഈമാനിന്റെ കണികയുണ്ടല്ലോ, ഈമാനിന്റെ കണികയുണ്ടല്ലോ ഉമർ തങ്ങൾക്ക് കൊടുത്തതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങൾ അല്ലാഹുവേ കടന്നു വരികയാണ്. പടച്ചവനെ, തന്റെ പെങ്ങളാകുന്ന ഫാത്തിമയെ അതാ ഉപദ്രവിക്കാൻ കടന്നു വരികയാണ്. ഉമർ തങ്ങൾ കടന്നു വരുമ്പോ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അതാ ഓതുമ്പോൾ അല്ലാഹു ഈമാനിന്റെ കണികയുണ്ടല്ലോ ഉമർ തങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തെങ്കിൽ പടച്ചവനെ ഹംസയതാ ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു വരുമ്പോ പടച്ചവനെ ഹംസയുടെ മനസ്സിലുണ്ടല്ലോ അല്ലാഹു ഈമാൻ കൊടുക്കുകയാണ്, അല്ലാഹു ഈമാൻ കൊടുക്കുകയാണ്. ഹംസയതാ ഓടി വരികയാണ്. അല്ലയോ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അവിടെ വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. മുത്തുനബിയുടെ കൈ പിടിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ
മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ലോകത്തിന്റെ പ്രവാചകന് സന്തോഷമാവുകയാണ്. പടച്ചവനെ, ഹംസയല്ലേ കടന്നു വന്നത്, ഹംസയല്ലേ കടന്നു വന്നത്. ആരാണ് ഹംസ എന്നറിയോ? ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ വിറങ്ങലിക്കുകയാണ്. ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരാൻ, ഷഹാദത്ത് കലിമ ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ സഹാബത്തതാ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ, ഓടിക്കോ നബിയേ. ഉമർ വിറങ്ങലിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നു വരികയാണ് നബിയേ, നമുക്കിവിടെ നിന്ന് ഓടാമെന്ന് പറയുമ്പോ ഹംസയതാ പറയുകയാണ്, ഇല്ല മോനെ, ഇല്ല സഹാബത്തേ, ഏത് ഉമർ കടന്നു വന്നാൽ നമ്മൾ വെറുതെ വിടൂല. ഉമർ നല്ല രീതിയിലാണ് കടന്നു വരുന്നതെങ്കിൽ ഉമറിന് നല്ല രീതിയിൽ തിരിച്ചു പോകാം. ഉമർ വാളുമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കടന്നു വന്നാൽ ഉമറിന്റെ തലയുണ്ടല്ലോ, ഈ ഹംസയുണ്ടല്ലോ, അർക്കും സഹാബാ. പടച്ചവരെ, നമ്മുടെ രോമങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എണ്ണീച്ചു നിൽക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ, മദീന എന്ന് പറയുമ്പോ, ലോകത്തിന്റെ പ്രവാചകനെ എന്റെ പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുമ്പോ പടച്ചവനെ മനസ്സിന്റെ ഉള്ളിൽ നെഞ്ചിന്റെ ഉള്ളിൽ കൈവച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അവിടെ കടന്നു വന്ന് കണ്ണ് പറയുന്നു, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയേ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു നബിയേ. ലോകത്തിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പഠിച്ചോ പെങ്ങളെ, പഠിച്ചോ പെങ്ങളെ. സീരിയലിന്റെ മുമ്പിൽ, സിനിമയുടെ പുറകില്, നാടകത്തിന്റെ പുറകില്, വെബ് സീരീസിന്റെ പുറകിൽ എന്റെ പ്രിയപ്പെട്ടവര് ഓടി നടക്കുന്ന പുതുതലമുറയില് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ പഠിച്ചുകൊള്ളുക. ഏതെങ്കിലും പെണ്ണിന്റെ പിന്നാലെ കാമഭ്രാന്തോടുകൂടി കാമുകയായി കൊണ്ടു നടക്കുന്നു എന്റെ പ്രിയമുള്ള ഉളുപ്പില്ലാത്ത പാലക്കാട് ചെറുപ്പക്കാരോ പഠിക്കാൻ പറയുകയാണ്. ഇനി പറയുന്ന ചരിത്രമേതാ? ഹംസ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ലോകത്തിന്റെ പ്രവാചകൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എത്രത്തോളം സ്നേഹിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ചരിത്രങ്ങൾ പറയാൻ പോവുകയാണ്. നമ്മൾ സ്നേഹിക്കേണ്ടതാരെയാ? നമ്മൾ കൽബിൽ കൊണ്ട് നടക്കേണ്ടതാരെയാ? നമ്മൾ ഇഷ്ടപ്പെടേണ്ടതാരെയാ? നമ്മൾ മുഹബ്ബത്ത് വെക്കേണ്ടതാരെയാ? പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗളാ സുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. പാപിയാം ഞാനിന്ന് പാതിരാ നേരത്ത് പരനോട് യാചിക്കുന്നേ, പ്രാവുകൾ പാറുന്ന പാവന റൗളയിൽ കാണാൻ കൊതിയാകുന്നേ, മനസ്സിന്റെ ദാഹം തീരുന്നതെന്നാ, പോകുന്നതെന്നാണ്. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗളാ സുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. പടച്ചവനെ, ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ലോകത്തിന്റെ പ്രവാചകനെ ചങ്കില് കൊണ്ട് നടന്ന ചരിത്രം പറയാ പോവുകയാണ്. ഈ സദസ്സിലേക്ക് കടന്നിരുന്ന പ്രിയപ്പെട്ടവർക്ക് ഉറപ്പേ, മുത്തു റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട്, ഹംസയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് കൊടുക്കണേ നാഥാ, തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, തൗഫീഖ് കൊടുക്കണേ റഹ്മാനേ, കൊടുക്കണേ റഹ്മാനേ.
ഹംസ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ശത്രുക്കളൊക്കെ പേടിച്ച് വിറങ്ങലിച്ചു. ഹംസ മുസ്ലിമായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പേടിച്ച് വിറങ്ങലിച്ചു. അങ്ങനെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോ നമ്മുടെ പള്ളിയിലെ 3 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട അസീസ് വൈസ് ഉസ്താദ് പോവാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട ആഷിഖ് ദാരി ഉസ്താദ് കൊടുക്കുകയാണ്. ഏറ്റുവാങ്ങാൻ വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചു. അൽഹംദുലില്ലാ, നമുക്ക് ആത്മീയ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഉസ്താദിന്റെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. പറഞ്ഞു വന്നത് ലോകത്തിന്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര വന്നിട്ട് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇസ്ലാം മതം സ്വീകരിച്ചു. എല്ലാവരും പേടിച്ച് വിലങ്കലിച്ചു. പടച്ചവനെ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? പടച്ചവനെ, ഹംസ പടച്ചവനെ മുസ്ലിമായല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പേടിച്ച് വിറങ്കലിച്ചുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരും ഇങ്ങനെ ഭയന്നുകൊണ്ട് നിൽക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയേ, നമ്മൾ ഇങ്ങനെ നിന്നാൽ പോരാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പ്രബോധനം നടത്തണം. സഹാബികളൊക്കെ പേടിച്ചു. ഹംസ പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ വാളുമായി ഇസ്ലാമിക പ്രബോധനം നടത്തിയാൽ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കടന്നു വന്നിരിക്കുകയാ. നമ്മൾ എന്താ ചെയ്യുക ഹംസ? നമ്മൾ എന്ത് ചെയ്യാ ഹംസ? ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകന്റെ ശരീരത്തിൽ കൈവെക്കണമെങ്കിൽ എന്റെ ശരീരത്തിൽ കൈവെക്കാതെ, എന്റെ നെഞ്ചത്ത് വാള് കുത്തിയിറക്കാതെ ഒരാൾക്കും പ്രവാചകന്റെ ശരീരത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കത്തി കുത്തിയിറക്കാൻ പറ്റൂലെന്ന് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന ചരിത്രം പറയണത്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ മുശ്രിക്കീങ്ങളൊക്കെ ഇങ്ങനെ വിറച്ചു. ഇനി എന്ത് ചെയ്യും? ഒരു മാർഗമില്ലല്ലോ. ഒരു മാർഗമില്ലല്ലോ. ഹംസ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കുകയാണ്. മുശ്രിക്കീങ്ങൾ അതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമല്ലോ? ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ കമ്മറ്റി കൂടുകയാണ്. എന്തിനാണ് പ്രിയമുള്ളവരെ? ഹംസയുണ്ടല്ലോ, ഹംസയെ കൊല്ലാനായിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ കമ്മറ്റി കൂടുകയാണ്. എല്ലാവരും പറയുന്നത് എന്താ? ഹംസയെ കൊല്ലോ, വല്ലാത്ത പാടാണല്ലോ, വല്ലാത്ത പ്രയാസമാണല്ലോ. കള്ളപ്രവാചകനാകുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോ മുഹമ്മദിനെ കൊല്ലാൻ വല്ലാത്ത പ്രയാസമൊന്നുമില്ല. എളുപ്പമാണല്ലോ. ശത്രുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. ബദറിന്റെ രണാങ്കണം എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. ബദറിന്റെ രണാങ്കണമുണ്ടല്ലോ, നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതല്ലോ. ഇസ്ലാമിനെതിരെ എന്റെ പ്രിയമുള്ളവരെ പല പ്രശ്നങ്ങളും കടന്നു വരുമ്പോ, വല്ലാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, വല്ലാത്ത നൊമ്പരങ്ങൾ കടന്നു വരുമ്പോ, ഇസ്ലാമിനെതിരെ എന്റെ പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ പല നിയമങ്ങൾ കൊണ്ടുവരുമ്പോ, പേടിക്കല്ല് ചെറുപ്പക്കാരാ. ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന SKSSFന്റെ സമസ്തയുടെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരെ, പഠിച്ചുകൊള്ളുക. ഇത് ശംസുൽ ഉലമ നയിച്ച പ്രസ്ഥാനമാ, കണ്ണിയത്ത് ഉസ്താദ് നയിച്ച പ്രസ്ഥാനമാ, സാദിഖ് ഉസ്താദ് നയിച്ച പ്രസ്ഥാനമാ, മിത്തബയിൽ ഉസ്താദ് നയിച്ച പ്രസ്ഥാനമാ, കോട്ടുമല ഉസ്താദ് നയിച്ച പ്രസ്ഥാനമാ, വരക്കൽ തങ്ങൾ നയിച്ച പ്രസ്ഥാനമാ, അത്തിപ്പറ്റ ഉസ്താദ് നയിച്ച പ്രസ്ഥാനമാ. സുബ്ഹാനല്ലാഹ്, മരിക്കുന്ന സമയത്ത് പോലും ശംസുൽ ഉലമയുണ്ടല്ലോ എന്ത് ചൊല്ലിയാണ് മരണപ്പെട്ടതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറയുന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ ആ മഹാമാരി നയിച്ച പ്രസ്ഥാനമാണല്ലോ സമസ്ത എന്ന് പറയുന്നത്. ആ സമസ്തയുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, SKSSF-ന്റെ സഹചാരികളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, അവര് നടത്തുന്ന പരിപാടിയാണല്ലോ ഈ മഹനീയമാകുന്ന സദസ്സുണ്ടല്ലോ. പടച്ചവനെ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ഈ മനോഹരമാകുന്ന പന്തല് കെട്ടിയിട്ട് ഇങ്ങനെ ലൈറ്റുകൾ വെച്ചിട്ട് ഇങ്ങനെ മൈക്കുകൾ വെച്ചിട്ട് ഫ്ലക്സുകൾ അടിച്ച് കെട്ടിയിട്ട് കസേരകൾ നിരത്തിയിട്ടിട്ട് യൂട്യൂബിലൂടെ ലൈവ് ചെയ്തിട്ട് ഇവരെന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മഹനീയമാകുന്ന സദസ് നടത്തുന്നതെന്നറിയോ? അവര് പൈസ ഉള്ളവരൊന്നുമല്ല, അവര് സമ്പത്തുള്ളവരൊന്നുമല്ല. ഉസ്താദേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഉസ്താദേ, എന്തെങ്കിലും കിട്ടിയാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുള്ള നെയ്യത്ത് വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ ഈ മഹനീയമാകുന്ന സദസ്സുണ്ടല്ലോ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ പറ്റി പറഞ്ഞു തരുമ്പോ സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ നടത്തുന്ന ഈ മജ്ലിസിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞു തരുമ്പോ, ബദറിന്റെ യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞു തരുമ്പോ, ബദറിന്റെ രണാങ്കണത്തിലെ സംഭവങ്ങൾ പറഞ്ഞു തരുമ്പോ എന്തിനെന്നറിയോ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾ കടന്നു വരുമ്പോ നിങ്ങളുടെ വസ്ത്രങ്ങൾ പോലും ധരിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ കടന്നു വരുമ്പോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന നിങ്ങളുണ്ടല്ലോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സമസ്തയുടെ പ്രവർത്തകരെ, SKSSF-ന്റെ പ്രവർത്തകരെ, നിങ്ങൾ പഠിക്കേണ്ട ചരിത്രമാ ബദറിന്റെ രണാങ്കണമെന്ന് പറയുന്നത്. പടച്ചവനെ ഒരുപാട് സങ്കടങ്ങൾ മുസ്ലിമീങ്ങൾ സഹിച്ചല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ സഹിച്ചല്ലോ. അങ്ങനെ വേദനയോടുകൂടി എന്റെ പ്രിയമുള്ളവരെ വയറ്റത്ത് കല്ല് വെച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമീങ്ങൾ യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ ശത്രുക്കളുടെ ഭാഗത്തുണ്ടല്ലോ 600 ഒട്ടകങ്ങളുണ്ട് മോനെ, 600 ഒട്ടകങ്ങളുണ്ട് മോനെ, 600 ഒട്ടകങ്ങളുണ്ട് മോനെ, ഒരുപാട് അണികളുണ്ട് മോനെ, ഒരുപാട് പടയങ്കികളുണ്ട് മോനെ. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് 70 ഒട്ടകങ്ങളാണ്. ബദറിന്റെ രണാങ്കണം ഇങ്ങനെ കടന്നു വരികയാണ്. പടച്ചവരെ മുശ്രിക്കീങ്ങളുണ്ടല്ലോ, ശത്രുക്കളുണ്ടല്ലോ, നേരത്തെ തന്നെ ബദറിന്റെ യുദ്ധഭൂമിയിൽ കടന്നു വരികയാണ്. അവിടെ വെള്ളങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ശേഖരിച്ചു വെക്കുകയാണ്. അവസാനമല്ലോ മുസ്ലിമീങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല റബ്ബേ. ഈ മഹനീയമാകുന്ന സദസ്സിന്റെ പാലക്കാട് ജില്ലയാണല്ലോ, ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണല്ലോ, പ്രയാസമാണല്ലോ. ഒരു നേരം എന്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധമായ വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഉമ്മ, സങ്കടപ്പെടുന്ന ഉമ്മ. യുദ്ധത്തിന് വന്ന പോരാളികൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മുസ്ലിമീങ്ങളുടെ പോരാളികൾക്ക് കുടിക്കാൻ വെള്ളമില്ല റബ്ബേ, കുടിക്കാൻ വെള്ളമില്ല റബ്ബേ. ദാഹിച്ചുകൊണ്ട് വലയുകയാണ്. സുബ്ഹാനല്ലാഹ്, സഹാബത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ കുടിക്കാൻ വെള്ളമില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല നബിയേ, വെള്ളമില്ല നബിയേ, ദാഹിക്കുന്നു നബിയേ, ദാഹിക്കുന്നു നബിയേ. ലോകത്തിന്റെ പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ സുജൂദിൽ കിടക്കുകയാണ്. പടച്ചവനെ വെള്ളമില്ലെങ്കിൽ ഈ ദുആ നിങ്ങൾ ചെയ്തു കൊള്ളുക. ഇത് മഴക്കാലമാണ്, വേനൽക്കാലം കടന്നു വരുമ്പോ, നമുക്ക് വെള്ളമില്ലാതെ കടന്നു വരുമ്പോ, നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത കുറയുമ്പോ ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ദുആ ചെയ്തോ. ലോകത്തിന്റെ പ്രവാചകൻ അതാ ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. നബി തങ്ങളുടെ വിരലിന്റെ ഇടയിൽ നിന്ന് പടച്ചവനെ സുബ്ഹാനല്ലാഹ് വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നെന്ന് ചരിത്രം പറയുമ്പോ സഹാബത്തുണ്ടല്ലോ അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ വെള്ളമെടുത്ത് കുടിച്ചു കഴിയുമ്പോ സഹാബത്തുണ്ടല്ലോ വെള്ളം എന്റെ പ്രിയപ്പെട്ടവരെ ശേഖരിച്ചു വെക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് അതാ സന്തോഷമാവുകയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ശത്രുക്കൾ വെള്ളം
വെള്ളമൊക്കെ കൊണ്ടുപോയി, വെള്ളമൊന്നുമില്ല. ബദറിന്റെ യുദ്ധഭൂമിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കൾ നേരത്തെ തന്നെ വന്ന് തമ്പടിച്ചിട്ട് എന്ത് ചെയ്തു? വെള്ളമൊക്കെ ശേഖരിച്ചു വെച്ചു. മുസ്ലിമീങ്ങൾക്ക് വെള്ളമില്ല, ദാഹിച്ചു വലഞ്ഞു. പ്രവാചകനോട് ചെന്നിട്ട് പരാതി പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്നിട്ട് പരാതി പറഞ്ഞു. എന്താ പരാതി പറഞ്ഞത്? മുഹമ്മദ് നബിയെ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല നബിയെ, ദാഹിക്കുന്നു നബിയെ, ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാണ് നബിയെ, ഞങ്ങൾക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വല്ലാതെ പ്രയാസമാകുമല്ലോ നബിയെ. നബി തങ്ങൾ എന്ത് ചെയ്തു? പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്തു. യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ്, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാ. പടച്ചവനെ, ലോകത്തിന്റെ പ്രവാചകനാണല്ലോ ദുആ ചെയ്തത്, ലോകത്തിന്റെ പ്രവാചകനാണല്ലോ ദുആ ചെയ്തത്. ആകാശത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഴയതാ കടന്നു വരുന്നു. ലോകത്തിന്റെ പ്രവാചകനല്ലേ, എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമല്ലോ, എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ കടന്നു വന്ന് കണ്ടു പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ കാണുന്ന മലയുണ്ടല്ലോ, ഉഹദ് മലയുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ സ്വർണമാക്കി തരട്ടെ എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞതെന്തോ? വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗത്തിലൂടെ ജീവിതം നയിച്ചോ ലോകത്തിന്റെ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കും. പ്രവാചകൻ സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്തു, യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ്. അങ്ങനെ ഒന്ന് ദുആ ചെയ്തപ്പോൾ തന്നെ അല്ലാഹു എന്ത് ചെയ്തു? ബദറിന്റെ രണാങ്കണത്തിലേക്ക്, യുദ്ധഭൂമിയിലേക്ക് അൽഹംദുലില്ലാഹ് വെള്ളം കൊടുത്തു. അങ്ങനെ സഹാബത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചത് കാണുമ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത സങ്കടം. മുഹമ്മദിനും കൂട്ടാളികൾക്കും വെള്ളം കിട്ടിയല്ലോ. കാരണം അവര് വെള്ളങ്ങളൊന്നും ശേഖരിച്ചു വെച്ചിട്ടില്ല. അവരുള്ള വെള്ളമൊക്കെ എന്ത് ചെയ്തു? കുടിച്ചു തീർത്തു. വേറെ വെള്ളങ്ങളൊന്നും അവരുടെ കയ്യിൽ വാക്കിയില്ല. ബദറിന്റെ രണാങ്കണമാണ്, യുദ്ധം തുടങ്ങണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ബദറിന്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങളെ ഇങ്ങനെ വെള്ളമൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിറച്ചു വെച്ചത് കണ്ടപ്പോ ഹക്കീം ഇബ്നു ഉസാമ എന്ന് പറയുന്ന ഒരു നീചനായ വ്യക്തി ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞു, ആ ടാങ്ക് നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ ടാങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ പൊളിച്ചു മാറ്റുമെന്ന് ആര് പറഞ്ഞു? ഹക്കീം ഇബ്നു ഉസാമ എന്ന് പറയുന്ന നീചനായ വ്യക്തി പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞപ്പോ സഹാബത്തിന്റെ പ്രിയപ്പെട്ടവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരടാ ഞങ്ങളെ വെള്ളം കൊണ്ടുപോകുന്നത്? ആരടാ ഞങ്ങളെ ടാങ്ക് പൊളിക്കണത്? ആരടാ ഞങ്ങൾ ശേഖരിച്ചു വെച്ച ടാങ്ക് കൊണ്ടുപോകാൻ ധൈര്യമുള്ളവൻ ആരാ? അവരെ ഞങ്ങൾ തീർക്കുമെന്ന് പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ണുനീരൊഴുക്കിയിട്ട് പറയുന്നു, സഹാബ, വേണ്ട സഹാബ, ഹക്കീമിന് ഒന്നും ചെയ്യല്ല സഹാബ. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഇത്ര തെമ്മാടിത്തരവും പറഞ്ഞിട്ട് നബിയെ, ഞങ്ങൾ എങ്ങനെ സഹിക്കണത് നബിയെ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ശേഖരിച്ച വെള്ളം ഇത് പൊളിച്ചു കളയുമെന്ന് ഹക്കീം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ സഹിക്കും നബിയെ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോ ലോകത്തിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ഞാൻ കടന്നു വന്നപ്പോ, ഞാൻ മക്കത്തിലൂടെ കടന്നു വന്നപ്പോ, എനിക്കന്ന് ദാഹിച്ചപ്പോ എനിക്ക് വെള്ളം തന്നതാരാ? ഈ ഹക്കീമാണ്. ഹക്കീം വെള്ളം കുടിച്ചോട്ടെ, ഹക്കീം എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളം കുടിച്ചോട്ടെ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ പറഞ്ഞു, ഹക്കീം വന്ന് വെള്ളം കുടിച്ചോട്ടെ, അവൻ ടാങ്ക് ഒന്നും പൊളിക്കൂല, അവൻ പാവമാ, എനിക്ക് വെള്ളം തന്നവനാ, അവനൊന്നും ചെയ്യല്ലേ, അവൻ വന്ന് വെള്ളം കുടിച്ചോട്ടെ. ഹക്കീം എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും അതാ പറയുകയാണ്, ഇല്ല മോനെ, ഈ ഹക്കീം കടന്നു വന്നാൽ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളമതാ ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം മുന്നേ ശേഖരിച്ചു വെച്ച ടാങ്ക് ഉണ്ടല്ലോ, ഞാനതാ പൊളിച്ചു കളയുമെന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ ധീര പോരാളിയായ ഹംസയതാ കടന്നു വരികയാണ്. പടച്ചവനെ, ഹംസയതാ കടന്നു വന്ന് കണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ക്ഷമിക്കണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസയതാ പറയുകയാണ്, ആരടാ ഈ ബദറിന്റെ രണാങ്കണത്തിൽ ഞങ്ങൾ ശേഖരിച്ചു വെച്ച വെള്ളമുണ്ടല്ലോ, ഈ വെള്ളത്തിലേക്ക് തൊടാൻ കൈകൊണ്ട് വരുന്നതാരടാ? അവന്റെ തലയുണ്ടല്ലോ, ഈ ഹംസയുണ്ടല്ലോ, അറുക്കുമടാ.
ജിന്നുകളുണ്ടല്ലോ, ജിന്നുകൾ കടന്നു വന്നാൽ പോലും ഉണ്ടല്ലോ ഈ മുസ്ലിമീങ്ങളുടെ വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ ഈ ഹംസ സമ്മതിക്കില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ട് ശേഖരിച്ചതാണ്. അതുകൊണ്ട് ഏതൊക്കെ ശത്രുക്കളതാ കടന്നു വന്നാൽ സുബ്ഹാനല്ലാഹ് ഹംസയതാ പറയുകയാണ് അവന്റെ തലനാര് വെട്ടിയെടുക്കുമെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ബദറിൽ എന്റെ പ്രിയപ്പെട്ടവരെ യുദ്ധമതാ ആരംഭിക്കുകയാണ്. മുസ്ലിമീങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പടയതാ നെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ് ശത്രുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ ഓടി വരികയാണ്. മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ തീച്ചാല പാറുകയാണ്. ലോകത്തിന്റെ പ്രവാചകനതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അർഹമുറാഹിമായ നീതിമാനായ രാജാതിരാജനായ അല്ലാഹ് പടച്ചവനെ, ലോകത്തിന്റെ റസൂലാണല്ലോ, അള്ളാന്റെ തിരുദൂതരാണല്ലോ. ആകാശത്തു കൂടി വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ടല്ലോ, ആ പറവകൾക്ക് പോലും എന്നെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് അഭയമാരാ. അച്ചവനെ സുബ്ഹാനല്ലാഹ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകനാണല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്. കൂട്ടിലടക്കപ്പെട്ട മാൻപേടയുണ്ടല്ലോ, ആ മാൻപേടക്ക് പോലും എന്നെ പ്രിയപ്പെട്ടവരെ അഭയകേന്ദ്രമാരോ, അഭയകേന്ദ്രമാരാ അല്ലാഹുവിന്റെ റസൂലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ പ്രവാചകനതാ ബദറിന്റെ രണാങ്കണത്തില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. യാ അല്ലാഹ് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് നിന്ന് ഒരു കൂട്ടരിങ്ങനെ കടന്നു വരികയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ? മലക്കുകൾ കടന്നു വരികയാണ്. ജിബ്രീൽ കടന്നു വരികയാണ്. വാളുമായി കടന്നു വരികയാണ്. ശത്രുക്കളെ അതാ വെട്ടി എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റുകയാണ്. റബ്ബേ ഹംസയുണ്ടല്ലോ, ഹംസയുണ്ടല്ലോ, ധീര പോരാളിയാകുന്ന ഹംസയുണ്ടല്ലോ, ഉത്തുബത്തിനെയും ശൈബത്തിനെയും ഉണ്ടല്ലോ ഹംസയതാ വെട്ടിനുറുക്കുകയോ. ഹംസയതാ കിരീടം വെച്ചിട്ട് വാളന്റെ പ്രിയപ്പെട്ടവരെ ഊരിയെടുക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ കടന്നു ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ് ഹംസന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കളെ അതാ വെട്ടിനുറുക്കുകയാണ്. പടച്ചവനെ മുശ്രിക്കീങ്ങളുടെ നേതാവാകുന്നു ഉത്തുബത്തുണ്ടല്ലോ, അവരെ അതോ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് ലോകത്തിന്റെ പ്രവാചകനാകുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനാകുന്ന ഹംസയുണ്ടല്ലോ, അവരെ അതോ വെട്ടിനുറുക്കുകയോ. ബദറിന്റെ രണാങ്കണത്തിൽ മലക്കുകളൊക്കെ ഇറങ്ങി വന്നു. എല്ലാവരും വല്ലാതെ പേടിച്ച് വിറങ്കലിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെയും ശൈബത്തിനെയും എന്ത് ചെയ്തു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ കൊന്നുകളഞ്ഞു, കൊന്നുകളഞ്ഞു. വല്ലാതെ നിഷ്ഠൂരമായി എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അങ്ങനെ ബദറിന്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചു, വിജയം ലഭിച്ചു. മുശ്രിക്കീങ്ങൾക്ക് തോൽവി സംഭവിച്ചപ്പോ വല്ലാത്ത സങ്കടം വന്നു. ഞങ്ങൾ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്തേക്ക് നോക്കും? ഞങ്ങൾ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്തേക്ക് നോക്കും? ഞങ്ങൾ പ്രയാസത്തിലാണല്ലോ. എങ്ങനെയെങ്കിലും ഹംസയെ കൊന്നേ പറ്റൂ, എങ്ങനെയെങ്കിലും ഹംസയെ കൊന്നേ പറ്റൂ. ലോകത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിനെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് തുരുത്തി ഓടിച്ചേ പറ്റൂ എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഇങ്ങനെ തിരക്ക് കൂട്ടി. ശത്രുക്കളൊക്കെ ഇങ്ങനെ വീണ്ടും കമ്മിറ്റി കൂടി. ഹംസയെ കൊല്ലണം, എങ്ങനെയെങ്കിലും കൊല്ലണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പറയാൻ പോകുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ പോകുന്ന ചരിത്രമാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ കമ്മിറ്റി കൂടുന്നു. മുസ്ലിമീങ്ങളെ തകർക്കാൻ കമ്മിറ്റി കൂടുന്നത് പോലെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചത്തേക്ക് കടാര ഇറക്കാൻ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഇത് SKSSFന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നടത്തുന്ന പരിപാടിയാണ്. ഒന്നുമില്ല കയ്യിൽ. ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവനോട് ചോദിച്ചു, എടാ എന്താ കയ്യിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല ഉസ്താദെ, പക്ഷെ ഞങ്ങൾ തുടങ്ങുകയാണ്. ഒരുപാട് നെയ്യത്തുണ്ട് ഉസ്താദെ, ഒരുപാട് നെയ്യത്തുകൾ മനസ്സിൽ വെച്ചിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഉസ്താദെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നു, ഈ പൈസ നിങ്ങൾ കൊടുക്കണത് വെറുതെ ആകൂല. ഈ പൈസ നിങ്ങൾ കൊടുക്കണത് വെറുതെ ആകൂല. ഒരു രൂപ പോലും പുറത്തേക്ക് പോകൂല. ഇത് സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് അൽഹംദുലില്ലാഹ് നന്മയുടെ വഴിയിൽ പ്രിയപ്പെട്ടവരെ ശംസുൽ ഉലമ നയിച്ച പ്രസ്ഥാനമാണെന്ന്
ഞാൻ പറഞ്ഞു. മിത്തബയിൽ ഉസ്താദ് നയിച്ച പ്രസ്ഥാനം. ആരാ മിത്തബയിൽ ഉസ്താദ്? നിങ്ങൾക്ക് കർണാടകയിൽ പോയിട്ടുണ്ടെങ്കിൽ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിന്റെ അടുത്താണ് ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ് മഹാനവറുകള് അന്തിയുറങ്ങണത്. ആ മിത്തബയിൽ ജബ്ബാർ ഉസ്താദ് വഫാത്താകുന്ന രംഗുണ്ട്. പടച്ചവനെ, ലക്ഷക്കണക്കാന അനുയായികള് ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുണ്ട്. മിത്തബയിൽ ഉസ്താദ് പറയുക, എനിക്ക് അസുഖമായി കിടന്നപ്പോൾ എന്നെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് മിത്തബയിൽ ഉസ്താദ് പറഞ്ഞാൽ പൊക്കിയെടുത്തുകൊണ്ട് സമസ്തയുടെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരെ നല്ല മംഗലാപുരത്തെ നല്ല ടൗണിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മിത്തബയിൽ ഉസ്താദ് പറഞ്ഞില്ല. മിത്തബയിൽ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണപ്പെടാൻ കിടക്കണത് സുബ്ഹാനല്ലാഹ് ഒരു ഫാനിന്റെ ചുവട്ടില് കാണാൻ പോയ ബഹുമാനപ്പെട്ട സുഹൃത്താകുന്ന ബാക്കവി ഉസ്താദ് എന്നോട് പറഞ്ഞത്, ദാരിമിയെ, ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ് മരണപ്പെടാൻ കിടക്കുന്ന രംഗുണ്ടല്ലോ, അത് വല്ലാത്ത സങ്കടമാ. ഒരു കീറിയ ബനിയൻ ഇങ്ങനെ ധരിച്ചിട്ട് തലയിൽ ഇങ്ങനെ ഒരു തോർത്തുമുണ്ട് ധരിച്ചിട്ട് സമസ്തയുടെ പ്രിയപ്പെട്ട ഉസ്താദാകുന്ന മിത്തബയിൽ ഉസ്താദ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ കാലം തെളിയിക്കുമ്പോ ആ മിത്തബയിൽ ഉസ്താദ് നയിച്ച പ്രസ്ഥാനമാണ് അൽഹംദുലില്ലാഹ് ഈ സമസ്തയുടെ SKSSF-ന്റെ സഹചാരി. അൽഹംദുലില്ലാഹ് മറ്റുള്ളവർക്ക് ഞാൻ പറയുന്നു, ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ 1000-ഓളം കൊല്ലം പടച്ചവന്റെ പള്ളിയിൽ പോയിരുന്നാലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരൂല. അതിലും നല്ലത് നിങ്ങളുടെ നാട്ടിൽ ഒരു സങ്കടപ്പെടുന്നവർക്ക് ആ പ്രയാസം നിങ്ങൾ മാറ്റിക്കൊടുത്താൽ, നിങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിക്കാനുള്ള ഒരു കുട്ടിയെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ, ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു രോഗിക്ക് നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലാണ് പരിപൂർണമാകുന്ന പ്രതിഫലമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വർഗത്തിന്റെ വേദിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ തുടങ്ങാൻ. SKSF-നല്ലേ, സമസ്തക്കല്ലേ, ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ പറയുന്നല്ലേ സിറാജ് ഉസ്താദ് ട്രൗസറുടെ കൂരി വിട്ടു ഉസ്താദ്, ഇനി നമ്മളതിൽ ഒന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം? കൊടുത്തേ പറ്റൂ. എന്തെങ്കിലും എന്ത് ചെയ്യണം? കൊടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഇത് ചെറിയ പിരിവ്. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും, സമസ്തക്കായതുകൊണ്ട് ചോദിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുക. എല്ലാവരും ഉള്ളത് എന്ത് ചെയ്യുക? ഉള്ളത് സ്വർഗത്തിൽ പോണ്ടേ പെങ്ങളെ? പോണോ? പോണ്ടേ? പോണ്ടേ? പോണ്ടെന്ന് കൈവക്കിയ ഉസ്താദ് സ്വർഗത്തിൽ പോണം. ധൈര്യമായിട്ട് പൊക്കിക്ക ചങ്ങാതിമാരെ, സ്വർഗത്തിൽ പോണം. സ്വർഗത്തിൽ പൊക്ക് പെങ്ങന്മാരെ സ്വർഗത്തിൽ പോണ്ടേ? എന്നാ പൊക്കി കൈയൊക്കെ ഇൻഷാ അല്ലാഹ് പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഉള്ളത് ഇൻഷാ അല്ലാഹ് എടുത്ത് അൽഹംദുലില്ലാഹ് ബക്കറ്റിലേക്ക് ഇട്. അള്ളാഹു സ്വീകരിക്കട്ടെ. 2 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അർഹമർ റഹീമായ കബൂലാക്കണേ റബ്ബേ. ഈ മജ്ലിസിലേക്ക് ആരൊക്കെ ഈ ബക്കറ്റിലേക്ക് സമ്പത്തിടുന്നുണ്ട് അല്ലാഹ്, പാവങ്ങളാണ് റഹ്മാനെ. SKSSF-ന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ നടത്തുന്ന പരിപാടിയാണല്ലോ അല്ലാഹ്. ലൈവിലൂടെ വഅദ് കേൾക്കുന്നവര് അല്ലാഹ്, ലൈവിലൂടെ പൈസ തരുന്നവര് അല്ലാഹ്, ഈ ബക്കറ്റിലേക്ക് സമ്പത്തിടുന്നവര് അല്ലാഹ്, അവസാനം ഈ മജ്ലിസിൽ സദഖ കൊടുക്കുന്നവര് അല്ലാഹ്, എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം തരണേ അല്ലാഹ്. മുത്തുനബിയുടെ പൊരുത്തം തരണേ അല്ലാഹ്. ഉമർ തങ്ങളുടെ പൊരുത്തം തരണേ അല്ലാഹ്. അലിയാർ തങ്ങളുടെ പൊരുത്തം തരണേ അല്ലാഹ്. സമസ്തയുടെ പൊരുത്തം തരണേ റബ്ബേ. മിത്തബയിൽ ഉസ്താദിന്റെ പൊരുത്തം തരണേ അല്ലാഹ്. ശംസുൽ ഉലമയുടെ പൊരുത്തം തരണേ അല്ലാഹ്. സാദിഖ് ഉസ്താദിന്റെ പൊരുത്തം തരണേ അല്ലാഹ്. വരക്കൽ തങ്ങളുടെ പൊരുത്തം തരണേ അല്ലാഹ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ പൊരുത്തം തരണേ അല്ലാഹ്. എല്ലാവരും കൊടുക്കണം, ആത്മാർത്ഥമായി കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത് വെറുതെ ആവും നിങ്ങൾ വിചാരിക്കണേ. നിങ്ങൾ പറയും, ഉസ്താദേ നിങ്ങൾ നേരത്തെ നിങ്ങൾ വന്ന കഷ്ടപ്പാടൊക്കെ പറഞ്ഞല്ലോ, തിരിച്ചു പോകാൻ ടിക്കറ്റിന് പൈസ ഇല്ല, ഈ ചങ്ങാതിമാർ അതിന് പിരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇത് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഇതിന്റെ ചെലവിന് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. 1 രൂപ പോലും അനാമത്തായിട്ട് പുറത്തേക്ക് പോകില്ല എന്ന് ഉറപ്പ് തരിക. ഇനി ചെറുപ്പക്കാരെന്തെങ്കിലും അനാമത്തായിട്ട് ചെലവാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ വിളിക്കാം, തീർച്ചയായിട്ടും വിളിക്കാം, ഒരു സംശയം വേണ്ട. കാരണം ഞാൻ പറഞ്ഞു, ഇവര് ചെയ്യൂല ഉറപ്പാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ബദറിൽ വെച്ച് മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹ് വിജയം ലഭിച്ചു. മുസ്ലിമീങ്ങൾ ഇങ്ങനെ വിജയം ലഭിച്ചപ്പോൾ മുശ്രിക്കീങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ഞങ്ങൾ തോറ്റല്ലോ, ഇനി ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കും? ഞങ്ങൾക്ക് സങ്കടമായി. എങ്ങനെയെങ്കിലും മുഹമ്മദിനെ കൊല്ലണം, എങ്ങനെയെങ്കിലും ഹംസ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ധീര പോരാളിയെ കൊന്നുകളയണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കൾ തീരുമാനിച്ചു.
എല്ലാവർക്കും പേടി. ഹംസ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാ. എല്ലാവരും വിറം വലിച്ചു. എന്താ ചെയ്യണത്? ഹംസ എങ്ങനെ കൊല്ലും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് ബദർ യുദ്ധത്തിൽ സുബ്ഹാനല്ലാഹ് ആ പരാജയം സംഭവിച്ചപ്പോൾ ഉഹദ് യുദ്ധത്തിൽ ജയിക്കണമെന്നുള്ള നിയ്യത്ത് വെച്ചു. ഉഹദ് യുദ്ധത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജയിക്കണമെന്ന് നിയ്യത്ത് വെച്ചു. അങ്ങനെ ഉഹദ് യുദ്ധം കടന്നു വന്നു. ഉഹദ് യുദ്ധം കടന്നു വരുന്നതിന് മുമ്പ് ജുബൈർ എന്ന് പറയുന്ന ഒരു പണക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടിമയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഖ്ഷി എന്ന് പറയണത്. ഈ വഖ്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചാട്ടുളി എറിയാൻ ഏറ്റവും കൂടുതൽ വിദഗ്ധ പരിശീലനം ലഭിച്ച ആളാണ് ആരെന്ന് പറയണത് വഖ്ഷി എന്ന് പറയണത്. ഈ വഖ്ഷി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വഖ്ഷി എന്ന് പറയണത് ഒരടിമയാണ്. എല്ലാവരും ചെന്നിട്ട് വഖ്ഷിയോട് പറഞ്ഞു, ഹംസയെ കൊല്ലണം, നീ ചാട്ടുളി എറിഞ്ഞുകൊണ്ട് ഹംസയെ കൊല്ലണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും കൂടി പറഞ്ഞു. വഖ്ഷി പറഞ്ഞു, ഞാൻ കൊല്ലാം ഹംസയെ. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് പറയേണ്ടത്? പറഞ്ഞോ. വഖ്ഷി എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു, ഞാൻ എന്ന് പറയുന്നത് ഒരു അടിമയാണ്. ഈ ജുബൈർ എന്ന് പറയുന്ന വ്യക്തി ഒരു അടിമയാണ്. എനിക്ക് സ്വതന്ത്രനാകണം. എന്നെ സ്വതന്ത്രനാക്കിയാൽ മാത്രം ഞാൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വഖ്ഷി എന്ന് പറയുന്ന അന്നത്തെ നീചനായ വ്യക്തി പറഞ്ഞു. അവരെല്ലാവരും കൂടി പറഞ്ഞു, ഞാൻ സമ്മതിക്കാം, നിന്നെ ഞങ്ങൾ മോചിതനാക്കാം, നിന്നെ ഞങ്ങൾ സ്വതന്ത്രനാക്കാം, അടിമത്തത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാരറിഞ്ഞു? ഉത്തുബത്തിന്റെ മകളാകുന്ന ഹിന്ദ് എന്ന് പറയുന്ന നീചയായ പെൺകുട്ടി അറിഞ്ഞു. അറിഞ്ഞു. കാരണം എന്തേ? ഹിന്ദിന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന ഉത്തുബത്തിനെ കൊന്നതാരാ? ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിന്ദ് എന്ന് പറയുന്ന പെൺകുട്ടി വഖ്ഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കൊല്ലുവോ? നീ ഹംസയെ കൊല്ലുവോ? വഖ്ഷി പറഞ്ഞു, ഞാൻ കൊല്ലും. നീ കൊല്ലുമോ? നിനക്കതിനുള്ള ധൈര്യം ഉണ്ടോ? വഖ്ഷി പറഞ്ഞു, ഞാൻ കൊല്ലും പെണ്ണെ. ഞാനൊരു അടിമയാണെങ്കിലും ഞാനൊരു പുരുഷനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിന്ദു വീണ്ടും ചോദിച്ചു, ഹംസയാണ് നീ കൊല്ലാൻ പോകുന്നത്? എന്റെ ഉപ്പയാകുന്ന ഉത്തുബത്തിന്റെ കഴുത്തു വെട്ടിമാറ്റിയവനാണ് ഹംസ. അവനെ നീ കൊല്ലുവോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖ്ഷി പറഞ്ഞു, കൊല്ലും. എന്നാൽ ഞാൻ നിനക്കൊരു ഓഫർ തരികയാ. നീ ഹംസയെ കൊന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു സാധനം തരാം. പക്ഷേ ആ സാധനം ഞാൻ നിനക്ക് തരണമെങ്കിൽ ഹംസയുടെ നെഞ്ച് പുലർന്നെടുത്തിട്ട് ആ ഹംസയുടെ ഉള്ളറയിൽ ഇരിക്കുന്ന ആ കരളുണ്ടല്ലോ, അതെനിക്ക് കൊണ്ടുതരണം. ഹംസയുടെ കരൾ എനിക്ക് കൊണ്ടുതരണം, അതെനിക്ക് ചവച്ചിറക്കണമെന്ന് ആര് പറഞ്ഞു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിന്ദ് എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. വഖ്ഷി പറഞ്ഞു, നിനക്കെന്തിനാണത്? കരൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഹിന്ദ് എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞു, അതിലാണ് മുഹമ്മദ് ഇരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹംസയുടെ നെഞ്ചിന്റെ ഉള്ളിൽ ആ കരളിലാണ് അൽഹംദുലില്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിന്ദു പറഞ്ഞു, എനിക്കത് തരണം. വഖ്ഷി പറഞ്ഞു, ഞാൻ ഹംസയെ കൊന്നിട്ട് ഇത് ഞാൻ കൊണ്ടുതരാം. നീ എനിക്ക് എന്താ തരണത്? എനിക്ക് നീ എന്താ സമ്മാനമായി തരുന്നത്? എന്നെ തന്നെ നിനക്ക് തരാം വഖ്ഷി, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു മാലയുണ്ടല്ലോ, ഇത് ഈ ലോകത്ത് വേറെ ഒരാൾക്കുമില്ല. ഈ മാല ഞാൻ നിനക്ക് തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, വഖ്ഷി എന്ന് പറയുന്ന നീചനായ വ്യക്തിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഹംസയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉഹദിന്റെ രണാങ്കണം കടന്നു വരികയാണ്. ഉറപ്പേ പടച്ചവനെ, മുസ്ലിമീങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ലോകത്തിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുകയാണ്. ഹംസയദാ കടന്നു വരികയാണ്. ഇസ്ലാമിന്റെ ധീരപുത്രനെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവസാനത്തെ യുദ്ധത്തിലാണ് പങ്കെടുക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. പടച്ചവനെ, ഹംസയുണ്ടല്ലോ, തലയിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കിരീടമെടുത്ത് വെക്കുകയാണ്. പടച്ചവനെ, വാളിങ്ങനെ എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹംസ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. ശത്രുക്കളെ അതാ വധിക്കുകയാണ്. ശത്രുക്കളുടെ തലയതാ എടുക്കുകയാണ്. ശത്രുക്കളുടെ കൈയതാ വെട്ടിമാറ്റുകയാണ്. ശത്രുക്കളുടെ കൈയതാ
കൈയതാ വെട്ടിമാറ്റുകയാണ്. പടച്ചവനെ ശത്രുക്കളതാ പേടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ദൂരത്തുള്ള ഒരു മലയുണ്ടല്ലോ, ആ മലയുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വക്ഷിയതാ കടന്നു വരികയാണ്. എന്തിനാണ് കടന്നു വരുന്നതെന്നറിയോ? ഇസ്ലാമിന്റെ ധീര പോരാളിയാകുന്ന ഹംസയെ കൊല്ലണമല്ലോ, ഹംസയെ കൊല്ലണമല്ലോ, ഹംസയെ കൊല്ലണമല്ലോ, ഹംസയെ കൊല്ലണമെന്നുള്ള നെയ്യത്ത് വെച്ചുകൊണ്ട് വക്ഷിയതാ കടന്നു വരുമ്പോ പടച്ചവരെ ഹംസ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെന്നുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ കൊല്ലുന്നത് കാണുമ്പോ വക്ഷിയതാ പേടിക്കുകയാണ്. ഇവനെയാണല്ലോ 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 ഞാൻ കൊല്ലാൻ കടന്നു വന്നിരിക്കുന്നത്. എനിക്ക് കഴിയുമോ, എനിക്ക് കഴിയുമോ, എനിക്ക് കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വലങ്കരിച്ചുകൊണ്ട് ഉഹദിന്റെ മലയുടെ താഴ്വാരത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ വക്ഷിയതാ എന്റെ പ്രിയപ്പെട്ടവരെ ചാട്ടുളി എടുക്കുകയാണ്. ആ ചാട്ടുളിയിലേക്ക് വിഷമത പുരട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. വക്ഷി എന്റെ പ്രിയപ്പെട്ടവരെ ചാട്ടുളി എടുത്തുകൊണ്ട് ഹംസയുടെ നേരെ എറിയാൻ പോകുമ്പോ സമാ ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ഒരു ശത്രു എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. ഹംസയുടെ പുറകിലൂടെ കടന്നു വരികയാണ്. ഹംസയെ വെട്ടാൻ, ഹംസയെ കൊല്ലാൻ, ഹംസയെ ആക്രമിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ സമാ ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ആളിങ്ങനെ കടന്നു വരുമ്പോ പടച്ചവനെ ഹംസ എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു നിൽക്കുകയാ. ഹംസയതാ തിരിച്ചു നിൽക്കുകയാ. ആരടോ എന്നെ നേരെ വാളൂന്നിയത്? ആരടാ? അവന്റെ തല ഞാൻ അറുക്കുമടാ, അവന്റെ കൈ ഞാൻ അറുക്കുമടാ, അവന്റെ കരൾ ഞാൻ പിരിതെറിയുമടാ, അവന്റെ ശരീരം ഞാൻ പിരിതെറിയുമടാ എന്ന് പറഞ്ഞു കണ്ടുറപ്പേ ഹംസത്തുൽ ഖറാർ വാളിങ്ങനെ എടുക്കുകയാണ്. സബാഇന്റെ തല വെട്ടുകയാണ്, സബാഇന്റെ കൈ വെട്ടുകയാണ്, സബാഇന്റെ കാല് വെട്ടുകയാണ്, സബാഇന്റെ ശരീരത്തിലൂടെ വാളന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഉഴുതുമറിക്കുകയാണ്. ഇത് കാണുമ്പോ വക്ഷി എന്നെ പ്രിയപ്പെട്ടവരെ പേടിച്ച് വിറങ്ങലിക്കുകയാണ്. ഈ ഹംസയാണല്ലോ ഞാൻ കൊല്ലാൻ പോകുന്നതല്ലോ. വക്ഷിയതാ ചാട്ടുളി എടുക്കുകയാണ്. വേറെ ആരെങ്കിലും ഹംസയെ കൊന്നോ എനിക്ക് ഹിന്ദിനെ കിട്ടൂലല്ലോ, ഹിന്ദിന്റെ മാല കിട്ടൂലല്ലോ. വേറെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അവനായിരിക്കുമല്ലോ ഈ രാജ്യം ഭരിക്കുന്നത്, ഈ രാജ്യത്തിന്റെ എല്ലാം ആകുന്നത്. പടച്ചവനെ അതെനിക്ക് സഹിക്കാൻ കഴിയൂലല്ലോ എന്ന് കരുതുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും അറിയാതെ ഹംസ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ധീരപുത്രനായി പോരാടുകയാണ്. വക്ഷിയുണ്ടല്ലോ ചാട്ടുളി എടുക്കുകയാണ്. ആകാശം കരയുകയാണ്, ഭൂമി കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വക്ഷി എന്റെ പ്രിയപ്പെട്ടവരെ ചാട്ടുളി എടുത്തിട്ട് പടച്ചവനെ വിഷമിങ്ങനെ പുരട്ടുകയാണ്. എന്നിട്ട് ദൂരത്ത് നിന്നിട്ട് ഹംസയെ ലക്ഷ്യമാക്കിയിട്ട് വലിച്ചെറിയുന്നു. അല്ലാഹ്. ചാട്ടുളിയതാ പറന്നു ചെല്ലുകയാണ്. ഹംസയുടെ തലയോട്ടി പിളർത്തുകയാണ്. ഹംസയുടെ പല്ലിങ്ങനെ പൊളിച്ചു പുറത്തേക്ക് വരികയാണ്. ഹംസ കരയുന്നു റബ്ബേ, ഹംസ കരയുന്നു റബ്ബേ, ഹംസ കരയുന്നു റബ്ബേ. സുബ്ഹാനല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്ലാമിന്റെ ധീരപുത്രനാകുന്ന ഹംസയുണ്ടല്ലോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹ്. ഒരു മല ഇങ്ങനെ പതിക്കുന്നത് പോലെ ഹംസ ഇങ്ങനെ താഴത്തേക്ക് വീഴുകയാണ്. ഇത് കാണുമ്പോ സഹാബത്ത് പേടിക്കുന്ന ഹംസ പോയല്ലോ, ഹംസ പോയല്ലോ, ഹംസ പോയല്ലോ. ഇനി എന്താണ് സംഭവിക്കുന്നതല്ലോ? വക്ഷിക്ക് സന്തോഷമാവുകയാണ്. വക്ഷി കടന്നു വരികയാണ്. വക്ഷി കടന്നു വന്നിട്ട് എല്ലാവരെയും എന്നെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങളെ ഉണ്ടല്ലോ പടച്ചവനെ ഹംസയുടെ ചാരത്ത് നിന്ന് മാറ്റുകയാണ്. വാളിങ്ങനെ വീശുകയാണ്. ഹംസയുടെ ലക്ഷ്യം, വക്ഷിയുടെ ലക്ഷ്യമെന്തോ ഹംസയുടെ കരളോ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. വക്ഷി എന്റെ പ്രിയപ്പെട്ടവരെ വാളെടുക്കുകയാണ്. ഹംസയുടെ തല ഇങ്ങനെ അറുത്തു മാറ്റുകയാണ്. ഹംസയുടെ കൈ ഇങ്ങനെ അറുത്തു മാറ്റുകയാണ്. ഹംസയുടെ കാലിങ്ങനെ അറുത്തു
അറുത്തു മാറ്റുകയാണ്. പടച്ചവനെ, ഇനി എന്താണ് ചെയ്തതെന്നറിയോ? മുസ്ലിമീങ്ങൾ കരയുകയാണ്, പേടിച്ചുകൊണ്ട് വിറങ്ങലിച്ചു മാറി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷി എന്റെ പ്രിയപ്പെട്ടവരെ, വാളെടുത്തിട്ട് ഹംസയുടെ നെഞ്ചത്തിങ്ങനെ കുത്തിയിറക്കുന്നു. അല്ലോ, വലിച്ചിങ്ങനെ കീറുന്നു. അല്ലോ, പടച്ചവരെ, നെഞ്ചിങ്ങനെ പിളർത്തുന്നു. അല്ലോ, സുബ്ഹാനല്ലാഹ്. ഹംസയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൈയിറക്കിയിട്ട് ഹംസയുടെ കരളുണ്ടല്ലോ, വക്ഷിയതോ എടുക്കുകയോ, വക്ഷിയതാ എടുക്കുകയാ. വക്ഷി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കരളിങ്ങനെ എടുത്തുകൊണ്ട് ഓടുമ്പോ സുബ്ഹാനല്ലാഹ്, ഹിന്ദിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചാരത്ത് ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് ഈ കരളങ്ങ് കൊടുക്കുമ്പോ ഹിന്ദന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കൊന്ന് ഹംസയുടെ കരളുണ്ടല്ലോ വായിലേക്ക് എടുത്തിടുകയാണ്. എന്നിട്ട് ചവക്കുകയാണ്. പടച്ചവനെ, എന്നിട്ടതാ തുപ്പിക്കളയുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. പ്രവാചകനതാ എന്റെ പ്രിയപ്പെട്ടവരെ ഉഹദിന്റെ രണാങ്കണത്തില് ശത്രുക്കളുമായി പോരാടുമ്പോ മുസ്ലിമീങ്ങളെ കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹംസ പോയി നബിയേ, ഹംസ പോയി നബിയേ, ഹംസ പോയി നബിയേ. നബി തങ്ങൾ കരയുകയാണ്. നബി തങ്ങളുടെ പ്രാണനാണല്ലോ, നബി തങ്ങളുടെ ചങ്കാണല്ലോ, നബി തങ്ങളുടെ കൽബാണല്ലോ. ഈ മഹനീയമാകുന്ന സദസ്സിലേക്ക് കടന്നിരിക്കുന്നു എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ. ഏതെങ്കിലും പെണ്ണിന് വേണ്ടി ജീവൻ കൊടുക്കുന്നു ഉളുപ്പില്ലാത്ത ചെറുപ്പക്കാരോ, ഏതെങ്കിലും പെണ്ണിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഉളുപ്പില്ലാത്ത ചെറുപ്പക്കാരാ, ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു, ഉമ്മയെ പറ്റിക്കുന്നു, ഉമ്മയെ പറ്റിക്കുന്നു, ഉപ്പയെ പറ്റിക്കുന്നു. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അതെല്ലാം വ്യാജമായ സ്നേഹമാ. യഥാർത്ഥ സ്നേഹമാരാ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. സുറുല്ലരീഹൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൽ ഖൽബിക സിൽസാല ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, ഹംസ ഉണ്ടല്ലോ, ഹംസയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആരുടെ ഒരാരുടെങ്കിലും വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഒരാളുടെയെങ്കിലും ആമാശയത്തിലേക്ക് ഹംസയുടെ ശരീരത്തിന്റെ ഭാഗം ചെന്ന് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിന്ദെന്ന് പറയുന്ന പെൺകുട്ടി, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കരളെന്ന് പറയുന്ന കഷണം ഇങ്ങനെ വായിൽ വെച്ചിട്ട് തുപ്പിക്കളഞ്ഞു. അത് വയറ്റിലേക്ക് ഇറങ്ങിയെങ്കിൽ ഹിന്ദെന്ന് പറയുന്ന പെൺകുട്ടി സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പോയില്ല. അതാണ് പറയണത്. അങ്ങനെ ലോകത്തിന്റെ പ്രവാചകന്റെ ചാര ചെന്ന് മുസ്ലിമീങ്ങൾ പറഞ്ഞു, നബിയെ, ഹംസ പോയി നബിയെ, ഹംസ പോയി നബിയെ, നമ്മുടെ പോരാളിയാവുന്ന ഹംസ പോയി നബിയെ. ഞാൻ പറയുക, ലോകത്തിന്റെ പ്രവാചകൻ എത്രത്തോളം ഹംസ റളിയല്ലാഹു അൻഹുവിനെ എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചെന്ന് സുബ്ഹാനല്ലാഹ് ഈ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു തവണയെങ്കിലും മുത്ത് നബിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി സ്വലാത്തിലിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് സ്വലാത്തിലിട്ടുണ്ടോ? ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാം, ഒരു ദിവസം ഒരു 13 സ്വലാത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയതാരാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകൂല. ചില ആളുകൾ ഉസ്താദേ, 5 വഖത്തിലും നിസ്കാരം കഴിയുമ്പോ ദുആ കഴിയുമ്പോ 2 സ്വലാത്തുണ്ടല്ലോ, അത് ഞങ്ങൾ ചൊല്ലാറുണ്ട്. അതല്ല പറഞ്ഞത്. അല്ലാതെ മുത്ത് നബിയുടെ ചാരത്തേക്ക് മദീനത്തേക്ക് നെയ്യത്ത് വെച്ചിട്ട് സ്വലാത്ത് ചെല്ലണ എത്ര പേരാ, അല്ലേ? ചെല്ലണവരാരെങ്കിലും ഉണ്ടോ? അല്ലാഹു ഈമാൻ തരട്ടെ. കുറച്ചു നേരത്തെ ബഹുമാനപ്പെട്ട
തങ്ങൾ ഇവിടെ വന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ ഒരു തസ്ബീഹ് കൗണ്ടറുണ്ട്. ഞാൻ തൊട്ടടുത്തിരിക്കുമ്പോൾ തങ്ങൾ എന്താ ചെല്ലണത്? സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതാ സയ്യിദന്മാർ, അതാ ആലിമീങ്ങൾ, അതാണ് ഉമറാക്കള്, അതാണ് സമസ്തയുടെ നേതാക്കന്മാർ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടു കൂടി പറയുക, നമ്മൾ ഒരു സ്വലാത്തെങ്കിലും ആത്മാർത്ഥമായി മുത്തുനബിയുടെ ചാരത്തേക്ക് ചൊല്ലിയിട്ടുണ്ടോ? എല്ലാവരും പറയും, ഉസ്താദേ എനിക്ക് മദീന കാണണം, ഉസ്താദേ എനിക്ക് മക്ക കാണണം. ഉസ്താദേ, ഈ മജ്ലിസിന്റെ അവസാനം വരെ ഇരുന്നാൽ, ഈ മജ്ലിസിന്റെ ഒരു അരമണിക്കൂറും കൂടി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മദീന കാണാനുള്ള ഒരു മാർഗം ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ മദീന കാണണം എന്നുള്ള നെയ്യത്ത് വെച്ചിരിക്കണതാരാ? അവർക്ക് മദീന കാണാനുള്ള ഒരു അൽഹംദുലില്ലാഹ് ഒരു സംഭവം ഞാൻ പറഞ്ഞു തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞത് പ്രവാചകന്റെ ചാര പോയിട്ട് മുസ്ലിമീങ്ങൾ പറഞ്ഞു, ഹംസ പോയി നബിയെ. അല്ലേ, ചില വീട്ടിലൊക്കെ നമ്മള് ദ്വാരക്കാൻ പോകും, മയ്യത്ത് വീട്ടില് അല്ലേ. ചില പെൺകുട്ടികളൊക്കെ ഉണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ മറ്റേ കള്ളിയങ്കാട്ട് നീര് വരണത് പോലെ ഇതൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഷാളൊക്കെ മാറ്റിയിട്ടിട്ട് ഒരു മുസ്ലിമീങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കരഞ്ഞു വന്നിട്ട് എൻ്റെ ഇക്ക നിങ്ങൾ പോകുവാണോ എന്ന് ചോദിച്ചിട്ട് വരും അല്ലേ. ചിലപ്പോൾ നമ്മുടെ മക്കള് രാവിലെ ഖുർആനുമായി മദ്രസയിൽ പോയ മക്കളാ തിരിച്ചു വീട്ടിലേക്ക് കടന്നു വരുന്നത് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? ആംബുലൻസിൽ മയ്യത്തായിട്ടായിരിക്കും. ഇങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾ കരയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ മക്കളല്ലേ ഉസ്താദെ പോകണത്, ഞങ്ങളുടെ മക്കളല്ലേ ഉസ്താദെ പോകുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാ, ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചെറിയ മക്കളുടെ റൂഹ് പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീലിനോട് ചോദിക്കും, അസ്റായീലേ, നീ ഈ ചെറിയ പിഞ്ചു മക്കളുടെ റൂഹുണ്ടല്ലോ, ഒരു ദയയുമില്ലാതെ നീ പിടിച്ചോണ്ട് വന്നല്ലോ. ഈ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്താ ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. അസ്റായീൽ പറയും, അല്ലാഹ്, അത്ഭുതം അല്ലാഹ്. അല്ലാഹ് ചോദിച്ചു, എന്തേ? ഞാൻ ഇവന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത്, ഈ ചെറിയ പൈതലിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഖുർആൻ ഓതാൻ മദ്രസയിൽ പോയ കൊച്ചിന്റെ ഹേർട്ടില് ഞാനൊരു തകരാറ് കൊടുത്തിട്ട് അവന്റെ റൂഹ് ഞാൻ പിടിച്ചു കൊണ്ടുവന്നപ്പോ സുബ്ഹാനല്ലാഹ് അവന്റെ ഉമ്മയും ഉപ്പയും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് അവനിക്ക് മാതാപിതാക്കൾക്ക് സ്വർഗ്ഗത്തിൽ കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയണത് ക്ഷമിക്കണം. ഞാൻ പറയണത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മുസ്ലിമീങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഹംസ പോയി. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ കരയുകയാണ്, വല്ലാതെ സങ്കടപ്പെടുകയാണ്. എന്റെ ഹംസയാണല്ലോ അല്ലാ നീ കൊണ്ടുപോയതല്ലാ. ലോകത്തിന്റെ പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ ഹംസയുടെ മയ്യത്ത് കാണണമല്ലോ, എന്റെ ഹംസ എനിക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകനതോ ഹംസയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ അല്ലാ, ഹംസയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ എന്താണ് കാണുന്നതെന്നറിയോ? ഹംസയുടെ കൈയുണ്ടല്ലോ വെട്ടി ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്, ഹംസയുടെ കാലുകളുണ്ടല്ലോ വെട്ടി ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്, ഹംസയുടെ ചങ്കുണ്ടല്ലോ വെട്ടി ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്, ഹംസയുടെ കണ്ണുണ്ടല്ലോ ചൂഴ്ന്നെടുത്തിരിക്കുകയാണ്, ഹംസയുടെ തലയുണ്ടല്ലോ വെട്ടി മാറ്റിയിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലയോ സുബൈറേ, ഹംസയുടെ സഹോദരിയാകുന്ന സഫിയയുണ്ടല്ലോ കാണിക്കല്ലേ. സഫിയ എന്നാണ് ബഹുമാനപ്പെട്ട ഹംസയുടെ സഹോദരിയുടെ പേര്. സഫിയക്ക് താങ്ങാൻ കഴിയില്ല. ഹംസയുണ്ടല്ലോ വല്ലാതെ ഇഷ്ടപ്പെട്ട പെങ്ങളാണ് സഫിയ എന്ന് പറയുന്നത്. ആ സഫിയുണ്ടല്ലോ ഈ മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വല്ലാതെ കരയുമല്ലോ, വല്ലാതെ സങ്കടപ്പെടുമല്ലോ, വല്ലാതെ നൊമ്പരപ്പെടുമല്ലോ, വല്ലാതെ വേദനിക്കുമല്ലോ, കണ്ണുനീര് കൊണ്ട് ഇവിടെ ആറാടുമല്ലോ. അതുകൊണ്ട് സുബൈറേ, സഫിയെ കാണിക്കല്ലേ.
പടച്ചവനെ ഇതങ്ങ് സഫിയ ബീവി കേൾക്കുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് കാണണം നബിയേ, എന്റെ ഹംസ എനിക്ക് കാണണം നബിയേ, എന്റെ ഹംസ എനിക്ക് കാണണം നബിയേ, എന്റെ ഈ കാക്കയാകുന്ന ഹംസയുണ്ടല്ലോ എനിക്കൊന്ന് അവസാനമായി കാണണം നബിയേ, എനിക്കൊരു ചുംബനം കൊടുക്കണം നബിയേ. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ പ്രവാചകനതാ സഫിയോട് പറയുകയാണ്, വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട മോളെ, താങ്ങൂല, നീ സഹിക്കൂല സഫിയ. സഫിയ പറയുന്നു, പ്രവാചകരെ അവസാനമായിട്ടല്ല പ്രവാചകരെ, നിങ്ങൾ സഹിച്ചല്ലോ പ്രവാചകരെ, നിങ്ങൾ സങ്കടപ്പെടുന്നില്ലല്ലോ പ്രവാചകരെ, നിങ്ങളുടെ അനുയായല്ല പ്രവാചകരെ, ഞാനും സഹിച്ചുകൊള്ളോ. ലോകത്തിന്റെ പ്രവാചകനതാ സമ്മതം കൊടുക്കുമ്പോ സഹാബത്ത് കൊണ്ടുവന്നു കണ്ടു മയ്യത്ത് കാണിക്കുമ്പോ സഫിയതാ നെട്ടുന്നുറപ്പേ, എന്റെ ഈ കാക്കയുടെ മയ്യത്താണല്ലോ ഇവിടെ വെട്ടി അറുത്തിട്ടിരിക്കുന്നതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഫിയതാ കരയുന്നുറപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാണ്. ഇത് കാണുമ്പോ ലോകത്തിന്റെ പ്രവാചകം പറയുകയാണ്, ഇതുപോലെ പെണ്ണുങ്ങള്, ഇതുപോലെ പെണ്ണുങ്ങള്, ഇതുപോലെ പെണ്ണുങ്ങള് ഹംസയുടെ മയ്യത്ത് കണ്ടിട്ട് പേടിക്കില്ലായിരുന്നെങ്കിൽ ഹംസയുണ്ടല്ലോ ഞാൻ അടക്കൂല സഹാബാ, ഹംസയുണ്ടല്ലോ ഞാൻ അടക്കൂല സഹാബോ, അടക്കൂല സഹാബാ. കഴുകന്മാര് വന്ന് കൊത്തിക്കൊണ്ടു പോകട്ടെ, എന്റെ ഹംസ സ്വർഗത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉടൻ തന്നെ ജിബ്രീൽ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാണ്, കരയല്ല നബിയേ, പ്രയാസപ്പെടല്ല നബിയേ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാണ്, ജിബ്രീലേ എങ്ങനെ ഞാൻ സഹിക്കും ജിബ്രീലേ, എന്റെ ചങ്കല്ലേ കൊണ്ടുപോയത്, എന്നെ കരളല്ലേ കൊണ്ടുപോയത്, എന്നെ ഹംസയല്ലേ, എന്നെ ഹംസയല്ലേ, എന്നെ ഹംസയല്ലേ കൊണ്ടുപോയത്. ഉടൻ തന്നെ ജിബ്രീലതാ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഈ വിഷയത്തിന്റെ പേരിന്റെ കാരണമുണ്ടല്ലോ എന്നാണെന്ന് പറയാ പോവുകയാണ്. ഈ പാലക്കാടിന്റെ പമ്പ്ര എന്ന് പറയുന്ന പരിസരത്ത് വന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ അനുകൂലികളോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, എന്ത് കണ്ടെന്നറിയോ, ജിബ്രീലതാ പറയുന്നു, നബിയേ അന്ന ഹംസ മക്തൂബ് മിൻ അഹ്ലി സമാവാതി സബ്അ അസ്സദുല്ലാഹ്, അസ്സദുല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ജിബ്രീലതാ പറയുകയാണ്, ഏഴാം ആകാശത്തിലുണ്ടല്ലോ, ഓരോ ആകാശത്തില് ഇന്നത്തെ ദിവസമുണ്ടല്ലോ, ഈ ഹംസ വഫാത്തായ ദിവസമുണ്ടല്ലോ, ഹംസ ഷഹീദായ ദിവസമുണ്ടല്ലോ, അല്ലാഹു രേഖപ്പെടുത്തിയതെങ്ങനെ, അസ്സദുല്ലാഹ്, അസ്സദുല്ലാഹ്, അസ്സദുല്ലാഹ്. അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയാ, അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയാ. പടച്ചവനെ, അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സിംഹക്കുട്ടി എന്ന് പറയുന്നത്. ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലൂടെ വാളിങ്ങനെ ഊരിപ്പിടിച്ച് വരുമ്പോ അവനല്ല മോനെ സിംഹക്കുട്ടി എന്ന് പറയുന്നത്. ആരാണ് സിംഹക്കുട്ടി എന്നറിയോ? ലോകത്തിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ കടന്നു വന്ന ഉത്ബത്തിനെയും ശൈബത്തിനെയും കൊന്നുകളഞ്ഞ പടച്ചവനെ ഹംസ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ സിംഹമെന്ന് ചരിത്രം പറയുമ്പോ ഈ മഹനീയമാകുന്ന സദസ്സിലേക്ക് കടന്നു വന്ന് പാവങ്ങൾക്കല്ലോ ഹംസയുടെ പൊരുത്തം കൊടുക്കണേ അല്ലോ. അല്ലാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്നു. ഹംസയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലോ, തൗഫീഖ് കൊടുക്കണേ അല്ലോ. നബിയെ കരയല്ലേ. ഇതുപോലെ ഷഹീദായ ഹംസയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിവസം 7 ആകാശത്തിലും രേഖപ്പെടുത്തി. അസദുല്ലാ, അല്ലാഹുവിന്റെ സിംഹം.
നിങ്ങൾ അതാണ് ധീര പോരാളി ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹുവിനെ കൊണ്ട് ഖബറിൽ വെച്ചു. വഖ്ഷിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയണില്ല. വഖ്ഷിയല്ലേ കൊന്നത്, വഖ്ഷി മുസ്ലിം അല്ലല്ലോ. വഖ്ഷി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാതെ പേടിച്ച് വിറങ്ങലിച്ചു. പുറത്തിറങ്ങിയാൽ സഹാബത്ത് കൊന്നുകളയും. പുറത്തിറങ്ങിയാൽ മുസ്ലിമീങ്ങളുടെ ചങ്ങിന്റെ ചോരയാകുന്ന ഹംസയെ ഞാൻ കൊന്നല്ലോ. അതിന്റെ ഒറ്റ കാരണം കൊണ്ട് എന്നെന്ത് ചെയ്യും? സഹാബത്ത് വെട്ടി നുറുക്കിക്കളയും. എനിക്ക് താങ്ങാൻ കഴിയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖ്ഷി ഇങ്ങനെ പേടിച്ച് വിറങ്ങലിക്കുന്നത് കണ്ടപ്പോ ഒരാള് വഖ്ഷിയോട് പറഞ്ഞു, നീ ഇസ്ലാം സ്വീകരിച്ചാൽ ലോകത്തിന്റെ പ്രവാചകനാകുന്ന മുത്തുനബിയുടെ ചാരത്ത് എന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നീ പറഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യും? ലോകത്തിന്റെ പ്രവാചകൻ പൊരുത്തു തരും, പുറത്തു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖ്ഷിക്ക് പേടിച്ചിട്ട് നിൽക്കാൻ കഴിയണില്ല. പ്രവാചകൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ വെട്ടി നുറുക്കുമല്ലോ. വഖ്ഷിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, വഖ്ഷിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. സുബ്ഹാനല്ലാഹ്, വഖ്ഷി എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകനെ അതാ കാണാൻ തീരുമാനിക്കുകയാണ്. മുഖത്തിന്റെ പ്രിയപ്പെട്ടവരെ മുഖം മൂടി ധരിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടത്തേക്ക് കടന്നു ചെന്ന് കണ്ട് പറയുകയാണ്, അല്ലയോ നബിയേ, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവന് പുറത്തു കൊടുക്കുമോ നബിയേ? അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമോ നബിയേ? അവന്റെ സങ്കടങ്ങൾ പുറത്തു കൊടുക്കുമോ നബിയേ? അവൻ ചെയ്ത ഹറാമുകളുണ്ടല്ലോ, അവൻ ചെയ്ത നീചനായ കാര്യങ്ങളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുക്കുമോ? ഇതങ്ങൾ കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തീർച്ചയായിട്ടും മോനെ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് പറയുമ്പോ വഖ്ഷിയതാ ലോകത്തിന്റെ പ്രവാചകന്റെ മുമ്പേ വന്ന് കണ്ട് ചോദിക്കുകയാണ്, അല്ലയോ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ, വഖ്ഷിയെ കൊന്നവർക്ക്, ഹംസയെ കൊന്നവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുമോ? നിങ്ങളുടെ കരളിന്റെ കഷണമാകുന്നു ഹംസയുണ്ടല്ലോ, കൊന്നു കളഞ്ഞവർക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? ഇതങ്ങ് കേൾക്കുമ്പോ ലോകത്തിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എടാ നീയല്ലടാ വഖ്ഷി എന്ന് ചോദിക്കുകയാ, നീയല്ലടാ എന്നെ ഹംസയെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. ഇതങ്ങ് കേൾക്കുമ്പോ വഖ്ഷി എന്റെ പ്രിയപ്പെട്ടവരെ മുഖം മൂടിയതാ ഉരുകയാണ്, മുഖം മൂടി ഉരുകയാണ്. മുഖം മൂടി ഊരിക്കൊണ്ട് പ്രവാചകന്റെ മുമ്പേ വന്ന് കണ്ട് പറയുകയാണ്, പൊരുത്തപ്പെടണം നബിയേ, പൊരുത്തപ്പെടണം നബിയേ. അല്ലാഹുവേ, ലോകത്തിന്റെ പ്രവാചകന്റെ കൈ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ടതാ വഖ്ഷിയതാ പറയുകയാണ്, ഹംസയെ കൊന്നുപോയി നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇസ്ലാമാകുന്നു നബിയേ, ഇസ്ലാമാകുന്നു നബിയേ, മുസ്ലിമാകുന്നു നബിയേ, എനിക്ക് പുറത്തു തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിനക്ക് ഞാൻ പൊരുത്തു തന്നിരിക്കുകയാണ്. പിന്നീട് കാലങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ, എന്റെ പ്രിയമുള്ളവരെ, മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ മജ്‌ലിസിലിരിക്കുമ്പോ വഖ്ഷി എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. വഖ്ഷി ഇങ്ങനെ കടന്നു വരുമ്പോ വഖ്ഷിയോട് എന്റെ പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ വഖ്ഷിയേ, എങ്ങനാ എന്റെ ഹംസയെ കൊന്നതെങ്ങനാ? എന്റെ ചങ്കായിരുന്നല്ലോ ഹംസ, എന്റെ കരളായിരുന്നല്ലോ ഹംസ, എന്റെ എല്ലാമായിരുന്നല്ലോ ഹംസ, എന്റെ ധൈര്യമായിരുന്നല്ലോ ഹംസ. അസ്വദുല്ലാഹ് എന്നറിയപ്പെടുന്ന അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയാകുന്ന ഹംസയുണ്ടല്ലോ, നീ എങ്ങനാണ് കൊന്നത് വഖ്ഷിയേ? വഖ്ഷി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നതിന് ശേഷം മദീനത്തെ പള്ളിയിൽ നബി തങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം ഇങ്ങനെ വഖ്ഷി കടന്നു വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു വഖ്ഷിയോട്, വഖ്ഷി, എങ്ങനാ നീ എന്റെ ഹംസയെ കൊന്നത്? എങ്ങനാ നീ എന്റെ ഹംസയെ കൊന്നത്? വഖ്ഷി പറഞ്ഞു, കരയിപ്പിക്കല്ലേ നബിയേ, കരയിപ്പിക്കല്ലേ നബിയേ, എനിക്ക് സങ്കടമാകുന്നു നബിയേ. നിങ്ങൾ ഇത്രത്തോളം ഹംസയെ ചങ്കായി കൊണ്ടു നടന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നബിയേ, ഞാൻ ചെയ്യൂലായിരുന്നു നബിയേ. ഞാൻ ആ ശത്രുക്കളുടെ വാക്ക് കേട്ട് ചെയ്തു പോയതാ നബിയേ. ഞാൻ ആ ഹിന്ദെന്ന് പറയുന്ന നീചയായ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് ചെയ്തു പോയതാ നബിയേ. പ്രവാചകൻ പറഞ്ഞു, വഖ്ഷി എങ്ങനാ കൊന്നത് എനിക്കൊന്ന് പറഞ്ഞതാ.
പക്ഷി പറഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ ആ മലയുടെ മുകളിൽ നിന്ന് ഞാൻ പടച്ച തമ്പുരാനെ ഒരു ചാട്ടുളി എടുത്തിട്ട് അതിലെ വിഷം ഇങ്ങനെ വിഷം പുരട്ടിയിട്ട് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ധീര പോരാളിയായി അല്ലാഹുവിന്റെ സിംഹകുട്ടി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഓരോ ആളുകളെയും ഇങ്ങനെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുമ്പോ പുറകിൽ നിന്ന് ദൂരത്ത് നിന്ന് എന്റെ ചാട്ടുളി വിഷം പുരട്ടിയിട്ട് ഹംസയുടെ പിരടി നോക്കിയിട്ട് ഞാൻ എറിഞ്ഞു നബിയേ എന്നെന്റെ പ്രിയപ്പെട്ടവരെ വക്ഷി പറഞ്ഞു. എന്നിട്ട് ഈ ചാട്ടുളി ഇങ്ങനെ കടന്നു ചെന്ന് ഹംസയുടെ പെരടി പൊളിച്ച് മുമ്പല്ല് പൊളിച്ചുകൊണ്ട് ആ ചാട്ടുളി പുറത്തേക്ക് വന്നെന്ന് സുബ്ഹാനല്ലാഹ് വക്ഷി ഇങ്ങനെ ലോകത്തിന്റെ പ്രവാചകനോട് പറഞ്ഞപ്പോ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, മതി നീ പറയല്ലേ എന്റെ ഹംസയെ കൊന്ന രംഗം ഇനി നീ പറയല്ലേ, എനിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷി പറഞ്ഞു, കരയിപ്പിക്കല്ലേ നബിയേ, സങ്കടപ്പെടുത്തല്ലേ നബിയേ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ തേങ്ങിക്കരയുകയാണ്. എന്റെ ഹംസയാണല്ലോ ഈ വക്ഷി കൊന്നു കളഞ്ഞതല്ലോ. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, അവിടെ വെച്ചുകൊണ്ടൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. വക്ഷി എന്ന് പറയുന്നവരെ, ഇനി നിങ്ങളുണ്ടല്ലോ എന്റെ മുമ്പിലേക്ക് കടന്നു വരല്ലേ. ആരാ പറയുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുകയാ, SKSSFന്റെ കൊടി പിടിച്ച പ്രിയമുള്ളവരോട് പറയുകയാണ്, സമസ്തയുടെ കൊടി പിടിച്ച പ്രിയമുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് വിജയിച്ചവരാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ഈ വഅദ് നടത്തുമ്പോ, ഈ കൊടികൾ കെട്ടുമ്പോ, പാവപ്പെട്ടവർക്ക് SKSSFന്റെ കീഴില് പൈസ കൊടുക്കുമ്പോ ഇവരെ കളിയാക്കിയവരാരോ? എല്ലാവരും മരിക്കുമല്ലോ, കബറിൽ പോയി കിടക്കുമല്ലോ, പരലോകത്ത് പോകുമല്ലോ. അവിടെ നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ പോകുമല്ലോ. ആ സമയത്ത് നീ സുന്നിയാണോ, നീ സമസ്തയുടെ പ്രവർത്തകനാണോ, SKSSFന്റെ പ്രവർത്തകനാണോ എന്നാൽ നിനക്കാ മുത്തുനബി ഹൗദുൽ കൗസർ തരുന്നതാണ്. ആ നബി തങ്ങളെ എതിർത്തവരെ, ആ പ്രവാചകനെ എതിർത്തവരെ, മുത്തു റസൂലിന്റെ മൗലിദിനെ എതിർത്തവരെ, മുത്തു റസൂലിന്റെ സലാത്തുകൾ ചൊല്ലുന്ന പാവപ്പെട്ട കുട്ടികളെ എതിർത്തവരെ പഠിച്ചുകൊള്ളുക. നിനക്ക് ഹൗദുൽ കൗസർ ഇല്ല. ആ ലോകത്തിന്റെ പ്രവാചകനാ, ആ മദീനയുടെ നേതാവാ, മാൻപേടയുടെ അഭയകേന്ദ്രമാ, മഴത്തുള്ളികളുടെ അഭയകേന്ദ്രമാ, നമ്മുടെ ആദർശബോധം പഠിപ്പിച്ചു തന്ന നേതാവാ, നീതിമാനാ, സത്യസന്ധനാ. പടച്ചവരെ സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവാ, അമരക്കാരനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അല്ലയോ വക്ഷിയേ, നിങ്ങളുണ്ടല്ലോ എന്റെ മുമ്പിൽ വരല്ലേ. ഞാനിവിടെ മദീനത്തെ പള്ളിയില് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ നിങ്ങൾ എന്റെ മുമ്പിലുണ്ടല്ലോ, കടന്നു വരല്ലേ. പടച്ചവരെ, വക്ഷിയത കരയുകയാണ്, വക്ഷിയത സങ്കടപ്പെടുകയാണ്. വക്ഷി എന്റെ പ്രിയമുള്ളവരെ വല്ലാതെ കരയുകയാണ്. ലോകത്തിന്റെ പ്രവാചകനാണല്ലോ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞതല്ലോ. വലംമറനീ ഹത്താ നബി തങ്ങൾ വഫാത്താകുന്നത് വരെ ഈ വക്ഷിയുണ്ടല്ലോ ഹംസയെ കൊന്ന ഒറ്റ കാരണം കൊണ്ട് ലോകത്തിന്റെ പ്രവാചകന് മരണപ്പെടുന്നത് വരെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല സ്വഹാബാ.
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ധീരനായ ഇസ്ലാമിന്റെ പോരാളിയുണ്ടല്ലോ, നെഞ്ചത്ത് കൊണ്ട് നടന്നത് കൊണ്ടോ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നടന്നത് കൊണ്ടാ യാ അല്ലാ ഇവിടെ സംഭാവന നൽകിയ പാവങ്ങളല്ലോ ഹംസയുടെ പൊരുത്തം കൊടുക്കണേ റബ്ബേ. പക്ഷി ഇനി നീ എന്റെ മുമ്പിൽ വരണ്ട, നീ വരണ്ട. നീ എന്റെ മുമ്പിൽ വന്നാൽ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരും. നീ കൊന്നു കളഞ്ഞത് എനിക്ക് ഓർമ്മ വരും. പണ്ഡിതന്മാര് പഠിപ്പിക്കണത് കാണാം, സഹാബത്തിൽ തന്നെ ഓരോ ദറജകളുള്ള ഓരോ സഹാബത്തുണ്ട്. സഹാബത്തിൽ തന്നെ ഓരോ ദറജകളുള്ള സഹാബത്തുണ്ട്. ഉമർ തങ്ങൾക്ക് ഒരു ദറജ, അബൂബക്കർ തങ്ങൾക്ക് ഒരു ദറജ, അലിയാർ തങ്ങൾക്ക് ഒരു ദറജ, സൽമാൻ തങ്ങൾക്ക് ഒരു ദറജ. അങ്ങനെ ഓരോ ദറജ ആർക്കുണ്ട്? സഹാബത്തിനുണ്ട്. അങ്ങനെ സഹാബികളിൽ ഏറ്റവും താഴ്ന്ന ദർജയുള്ള ആളാണ് ആരെന്ന് പറയുന്നത് വഖ്ശി റളിയല്ലാഹു അൻഹു എന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. എന്തേ ഹംസയെ കൊന്നതുകൊണ്ട്. അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട്. നോക്കിയേ നിങ്ങൾ, ഒരിക്കൽ ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഒരാൾ ഇങ്ങനെ കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഇതെന്റെ പൊന്നുമോനാണ് നബിയേ, ഇവന് ഞാൻ എന്ത് പേരിടും നബിയേ? ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം എന്ന് പറയുന്നത് അബ്ദുള്ള എന്നാണ്. പക്ഷേ ഈ മുഹമ്മദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട നാമം ഹംസ എന്ന. അതുകൊണ്ട് ഹംസയുടെ പേര് നീ നിന്റെ കുട്ടിക്കിട്ടോ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഹംസ എന്ന് പേരിട്ട നാണക്കേടാ.